നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. CPM-നെ വീണ്ടും വെട്ടിലാക്കി അവതാരങ്ങൾ. പാർട്ടി കോൺഗ്രസിൽ നിന്ന് പരാതിയെ തുടർന്ന് പുറത്താക്കിയ ലണ്ടൻ മലയാളി രാജേഷ് കൃഷ്ണയാണ് അവതാര രൂപമെടുത്തത്. മുൻ പരാതിയുടെ തുടർച്ചയായി മറ്റൊരു വ്യവസായി മുഹമ്മദ് ഷെർഷാദാണ് പാർട്ടിക്കെതിരെ രംഗത്തുള്ളത്. ഷെർഷാദ് 3 വർഷം മുൻപ് പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ കൊടുത്ത പരാതി ഡൽഹി ഹൈക്കോടതിയിലെത്തി. രാജേഷ് കൃഷ്ണ മുഹമ്മദ് ഷെർഷാദിനെതിരെ നൽകിയ പരാതിയുടെ ഭാഗമായി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ചോർത്തിക്കൊടുത്തുവെന്ന് ഷെർഷാദ്. MB രാജേഷ്, തോമസ് ഐസക്, ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർക്ക് രാജേഷ് കൃഷ്ണയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പരാതി എങ്ങനെ കോടതിയിലെത്തി? പാർട്ടി നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ വിവാദമാക്കണമെന്ന് പാർട്ടിയിൽ ആഗ്രഹിച്ചവർ ആരൊക്കെ? ദുരൂഹത തുടരുമ്പോഴും പാർട്ടി ഔദ്യോഗിക വിശദീകരണം നൽകുന്നില്ല. തോമസ് ഐസക്കും MB രാജേഷും നിഷേധിച്ചെങ്കിലും പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അവതാരങ്ങളെ പടിക്ക് പുറത്താക്കാൻ പാർട്ടിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? പ്രൈം ഡിബേറ്റിൽ CPM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, നേരത്തെ ഈ പരാതി നൽകിയ മുഹമ്മദ് ഷെർഷാദ് എന്നിവർ ചേരുകയാണ്. ഒപ്പം ഡോക്ടർ B ജയരാജ്, ശ്രീ MK ഹരിദാസ്, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവരും പ്രൈം ഡിബേറ്റിൽ ചേരും. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, ഇത് പാർട്ടിക്ക് വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറിയിട്ടുണ്ടോ? ഇപ്പോൾ മുഹമ്മദ് ഷെർഷാദ് എന്ന വ്യക്തിയും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള തർക്കം അത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇവർ തമ്മിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഈ രാജേഷ് കൃഷ്ണ എന്ന ആൾക്ക് CPM-ന്റെ നേതാക്കളുമായി പല ബന്ധങ്ങളും ഉണ്ട് എന്ന രീതിയിലുള്ള പരാതി ഈ പറയുന്ന മുഹമ്മദ് ഷെർഷാദ് പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ നൽകിയതാണ് 2022-ൽ. അപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിരുന്നു രാജേഷ് കൃഷ്ണ. അത് ചില മാധ്യമങ്ങൾക്കെതിരെയും നൽകിയിരുന്നു. രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് കാരണം ചില വ്യാജ പരാതികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ കേസ് ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ രാജേഷ് കൃഷ്ണ നൽകിയ പരാതിക്കൊപ്പം പാർട്ടിക്ക് ഈ മുഹമ്മദ് ഷെർഷാദ് കൊടുത്ത പരാതിയും എത്തി. അതെങ്ങനെ എത്തി? ആര് ചോർത്തി നൽകി? അതാണല്ലോ ഇപ്പോഴത്തെ വിവാദ വിഷയം. പാർട്ടിയിൽ ആരെങ്കിലും അറിയാതെ എങ്ങനെയാണ് ഈ പരാതി ചോർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നൽകുവാൻ ഈ പറയുന്ന രാജേഷ് കൃഷ്ണയ്ക്ക് ആരോപണ വിധേയന് കഴിഞ്ഞത് എന്നാണ്. അപ്പോൾ പാർട്ടി മറുപടി പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ അത്? കാരണം ഈ പരാതി എന്ന് പറയുന്നത് പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെയുള്ള പരാമർശങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ വിശ്വസനീയമാണോ എന്ന കാര്യത്തിൽ സംശയമാണ്, എങ്കിൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചോർത്തി നൽകിയത് പാർട്ടിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ പാർട്ടി നേതാക്കൾക്കെതിരെ തന്നെ ഉയർന്ന ആരോപണങ്ങൾ വെളിയിലെത്തിക്കാൻ താല്പര്യമുള്ള ആരോ ആൾ പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ. അതിന് ഈ പറയുന്ന മുഹമ്മദ് ഷെർഷാദ് പറയുന്നത് MV ഗോവിന്ദന്റെ മകനാണ് എന്ന് സംശയിക്കുന്നു എന്നുമാണ്. എന്താണ് മറുപടി? അല്ല മഞ്ജുഷ, ഇതിന്റെ വസ്തുതകളെല്ലാം ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഭാര്യ, ഈ ഷെർഷാദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ വസ്തുതകളെല്ലാം പുറത്തു വിട്ടു കഴിഞ്ഞിട്ടാണ്. ഒന്ന്, രണ്ടാമത് ഈ കത്ത് പുതിയതല്ലേ, ഇത് 2022-ൽ ഇദ്ദേഹം എഴുതി ഐസ എന്ന് പറയപ്പെടുന്ന ഒരു കത്താണിത്. ഈ കത്തുമായിട്ട് ഇദ്ദേഹം ചെന്നൈയിലെ അന്നത്തെ മലയാള മാധ്യമങ്ങളുടെ ഓഫീസുകളെല്ലാം കയറി ഇറങ്ങിയതായിട്ട് ഇപ്പോൾ 24-ന്റെ മലയാളത്തിൽ വർക്ക് ചെയ്യുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ 1 മണിക്കൂർ മുമ്പ്. രണ്ടാമത്തെ കാര്യം, കത്ത് ഇവിടെ ചോർത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഈ കത്ത് എല്ലാവരുടെ അടുത്തോട്ടുള്ള കത്താണ്. പിന്നെ ഇവിടെ ഞാൻ ചോർത്തി കൊടുക്കണം. 3 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കത്ത് ഇവിടെ ചോർത്തി കൊടുക്കേണ്ട കാര്യം ഇനിയിപ്പോ പുതുതായിട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ കൊടുത്തതായിരിക്കാം. ഒന്ന്. രണ്ടാമത്തെ വസ്തു രസകരമായ കാര്യം എന്ന് പറഞ്ഞാല് ഇദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് പരാതി കൊടുക്കുന്നു. ആ പരാതി കൊടുത്തപ്പോൾ ആദ്യം തന്നെ സംസ്ഥാന പോളിറ്റ് ബ്യൂറോയിൽ കൊടുത്തതിന് ശേഷം അദ്ദേഹം ഗോവിന്ദൻ മാഷെ കണ്ടു എന്ന് പറഞ്ഞു, കണ്ടില്ല എന്ന് പറയുന്നു. പിന്നെ ഈ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് മലയാളം അറിയുന്നില്ല, ഇംഗ്ലീഷ് തരാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. അത് വേറൊരു വസ്തുത. ഇതിനകത്ത് തന്നെ ചർച്ച ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ദാമ്പത്യ ബന്ധം തകർന്നതിന്റെ പേരിൽ, ഏതോ സിനിമയുടെ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പേരിൽ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ CPM-നെതിരെ അദ്ദേഹം കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കും. ഇത് വാസ്തവമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലുള്ള വിഷയമല്ല. ഇത്രയും വലിയൊരു കാര്യം, ഇങ്ങനെ ഒരു കത്ത് ചോർന്നു എന്നുള്ള കാര്യം MA ബേബിക്ക് പരാതിയായി കിട്ടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. എനിക്കറിയില്ല ഇതിപ്പോൾ ആരെങ്കിലും ഇത് നേരത്തെ വന്ന കത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് MB രാജേഷ് പറഞ്ഞിരുന്നു, തോമസ് ഐസക്കും ഇത് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ പറയുന്ന ഷെർഷാദ് എന്നയാൾ പറയുന്നത് ആ പരാതിയുടെ കവറിംഗ് ലെറ്റർ മാത്രമാണ് അദ്ദേഹം അന്ന് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് എന്നാണ്. പക്ഷേ അതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഭാഗം കോടതിയിൽ എത്തി എന്നുള്ളതാണല്ലോ. ഇതിനെക്കുറിച്ചുള്ള പരാതി MA ബേബിക്കും നൽകിയതാണ്. പക്ഷേ ആ പരാതി അങ്ങനെ പരിഗണിച്ചില്ല. അത് മാത്രമല്ല, DGPക്ക് പോലും ഈ പരാതി നൽകിയിരുന്നതാണ്. ആ പരാതിയുടെ പകർപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന നേതാക്കളുടെ കാര്യം പോലും പറയുന്നുണ്ട്. MB രാജേഷ്, തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ, ഇവർക്ക് ഈ രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള ബന്ധം
അല്ലാതെ ഇവർ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയോ അങ്ങനെയുള്ള രേഖകളൊന്നും ഈ പരാതിയിൽ കാണുന്നില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിൽ ഒരു കാര്യമേ ഉള്ളൂ, ഈ കാര്യങ്ങളൊക്കെ കോടതിക്ക് മുന്നിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഇത് ചോർത്തി നൽകിയെന്നുള്ള ആരോപണം. അതേ ഉള്ളൂ. ഇപ്പോൾ ഷർഷാദും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ഇടപാട്, ഷർഷാദിൻ്റെ മുൻ ഭാര്യയുമായിട്ടുള്ള തർക്കം, ഇതൊന്നും ഇവിടെ നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇത് പാർട്ടിക്ക് നൽകിയ ഒരു കത്ത് എങ്ങനെ കോടതിയിലെത്താൻ ഇടയായി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് പാർട്ടിയെ വെട്ടിലാക്കുന്നത്. എം വി ഗോവിന്ദൻ ഇതേക്കുറിച്ച് ഒരു മറുപടിയും നൽകിയില്ല, അസംബന്ധം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഗോവിന്ദമാഷ് പിന്നെ എന്താ പറയുന്നത്? എവിടെങ്കിലും ഏതൊരു വ്യക്തി എന്തെങ്കിലും അസംബന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ എന്ത് പറയുന്നത് നിരപരാധിയായ ഇത് രസകരമാണ്. എനിക്ക് ഇതിനകത്ത് ഒരു കോമഡി ആയിട്ട് മഞ്ജുഷ് അറിയാമല്ലോ എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞു. എനിക്ക് ഈ രണ്ടുപേരെയും പരിചയമുള്ള കാര്യം പറഞ്ഞു. രണ്ടുപേരുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധവുമില്ല. കോമൺ സെൻസ് വിശ്വസിക്കാതെ ഞാൻ നിങ്ങളോട് ഇപ്പൊ തുറന്നു പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. 24/7 എന്ന് പറയുന്ന മലയാള മാധ്യമത്തിൽ കഴിഞ്ഞ 1-1.5 മണിക്കൂർ മുമ്പ് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. അതിപ്പോ ലോകം മുഴുവനും അവർ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് പറഞ്ഞതിന് മടിയില്ല. അദ്ദേഹം ചെന്നൈയിൽ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്യുമ്പോൾ, വേറൊരു മാധ്യമത്തിനോട് ജോലി ചെയ്യുമ്പോൾ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഈ കത്തുമായിട്ട് ചെന്നു. ഈ കത്ത് വായിച്ചു നോക്കിയപ്പോൾ അത് പ്രസിദ്ധീകരണത്തിന് യോഗ്യമല്ലാത്തതുകൊണ്ട് പേര് പ്രസിദ്ധീകരിച്ചില്ലെന്നേ ഉള്ളൂ എന്ന് ആ മാധ്യമ പ്രവർത്തനം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം സാറ്, ഇദ്ദേഹം കൊടുത്തു എന്ന് പറഞ്ഞ ഈ കത്ത് പബ്ലിക് ഡൊമൈനിൽ വന്നു എന്നുള്ളവരും. കാരണം ഇദ്ദേഹം 6 മാസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതായിട്ടും ഇന്ന് വാർത്തകൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എന്ത് രഹസ്യം ഇരിക്കുന്നത്? ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി സാറ് ഇങ്ങനെ ഒരു കത്തിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ആരെല്ലാം കത്തെഴുതുന്നു, ആർക്കെല്ലാം ഇതിനെ കത്തെഴുതുന്നു? ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് പറയാനായിട്ട് 9 മാസമേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ അവതാരങ്ങൾ ഒത്തിരി രംഗത്ത് വരും. ഒരു തർക്കമല്ല കാര്യമില്ല. ഇത് ചർച്ചയ്ക്ക് തന്നെ വിധേയമാക്കുന്നത്. ശരി, ശ്രീ പണിക്കർ, ഇത് ചർച്ചയ്ക്ക് പോലും വിധേയമാക്കാതെ തള്ളിക്കളയുന്നു എന്നൊക്കെയാണ് റെജി ലൂക്കോസ് പറയുന്നത്. പക്ഷേ ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നത് ആണോ? അത് മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ കത്ത് ചോർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഈ കത്തേ ഒരു പ്രശ്നമില്ല, ഈ കത്തൊക്കെ ഞങ്ങൾ പലതവണ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നാണോ ശ്രീത്ത്? താങ്കൾ ആ കത്ത് വായിച്ചുവല്ലോ. അത് മാത്രമല്ല, DGPക്ക് ഇദ്ദേഹം കൊടുത്തത്, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയൊന്നും ഞാനിവിടെ എനിക്കറിയില്ല, ഇദ്ദേഹം എത്തരത്തിലുള്ള ആളാണ് ഈ പരാതി നൽകിയ ഷർഷാദ് എന്നൊന്നും. പക്ഷേ ഞാനിവിടെ ഇതിൽ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു കാരണം ഈ കത്ത് ചോർന്നു എന്നുള്ള കാര്യത്തിലാണ്. അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു. അവിടെ എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തിൻ്റെ പേര് ആ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ കത്ത് ചോർത്തി രാജേഷ് കൃഷ്ണയ്ക്ക് നൽകിയതെന്ന് സംശയിക്കുന്നതായി പരാതിക്കാരൻ പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം പോലും ചർച്ചയ്ക്ക് വന്നത്. ശ്രീ പണിക്കർ. ശ്രീ മഞ്ജുഷ്, ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നോ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നോ ആർക്കും തന്നെ അറിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. തന്നെയുമല്ല, അതിൽ കുറേയധികം വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളുമുണ്ട്. അത് മുമ്പ് ഒരു സന്ദർഭത്തിൽ അത് പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ് എന്ന് കരുതി അതിലൊന്നും തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകണം എന്ന് ഞാൻ കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഈ ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയോ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പരാമർശം നടത്താനും ആഗ്രഹിക്കുന്നില്ല. തന്നെയുമല്ല, അദ്ദേഹം ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള തട്ടിപ്പ് കാണിച്ചിരിക്കുന്ന ആളാണോ അല്ലയോ, ഇനി ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ മുൻ ഭാര്യ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ സത്യസന്ധത എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ ആലോചിക്കുന്നത്, ഇങ്ങനെ ഒരു പരാതി CPM പോലെയുള്ള ഒരു പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ നിജസ്ഥിതി CPMന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം, ഈ പരാതി അല്ലെങ്കിൽ അതിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ CPMന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് മുമ്പ് പ്രാഥമികമായിട്ടെങ്കിലും അവരുടെ ഏറ്റവും ഉന്നത തലത്തിൽ ബോധ്യപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ പാർട്ടി സമ്മേളനം നടക്കുന്നതിൻ്റെ, പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിൻ്റെ തലേ ദിവസം എന്തോ ആണ് PB അംഗത്തിന് ഈ ഒരു പരാതി ചെല്ലുന്നത്. ഉടനെ തന്നെ PB അതിലൊരു യോഗം കൂടുന്നുണ്ട് ആ രാത്രി തന്നെ. അതിനുശേഷം ഇദ്ദേഹത്തിനോട് അവിടെ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞു എന്ന രീതിയിലാണെന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ എത്തുന്നു, അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇനി അത് ഈ കത്തിന്റെ പുറത്ത് തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്ന രീതിയിലുള്ള കൺഫർമേഷനും അന്ന് ഉണ്ടായിരുന്നതാണ്. കാരണം ഒരു പരാതി വന്നിട്ടുണ്ട് എന്നും അത് PB പരിശോധിച്ചുവെന്നും അത് അദ്ദേഹത്തിന്റെ ഘടകത്തിൽ നിന്ന് തന്നെയുള്ള പരാതിയാണ് എന്നും അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ശ്രീ എളമരം കരീമാണ്. തന്നെയല്ല, ശ്രീ MA ബേബിയോട് ഇതിനെ പറ്റിയിട്ടുള്ള നിലപാട് ചോദിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞത് മാധ്യമങ്ങളോട്, നിങ്ങൾക്ക് കിട്ടിയ സോഴ്സിനോട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചാൽ മതി എന്നാണ്. പക്ഷേ ശ്രീ എളമരം കരീം ഈ കാര്യം അത്രയും കൺഫേം ചെയ്തിരുന്നതാണ്. അതിന്റെ വീഡിയോ ബൈറ്റുകളുണ്ട്. ആൾക്കാർ ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഇത് വീണ്ടും കണ്ടിട്ടുമുണ്ടാകും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്,
ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ കത്ത് എന്ന് പറയുന്നത് 25 പേജ് ഇതാണ്. ആ കത്ത് ഇങ്ങനെയാണ്. പക്ഷേ ഇതേ കത്ത് തന്നെ ഇതിന് മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM പ്രതിരോധം തീർക്കുന്നത്. ഈ കത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ഡയറക്റ്റ് ആയിട്ട് ഇന്ന സാമ്പത്തിക ഇടപാട് നടത്തിയെന്നോ രാജേഷ് കൃഷ്ണയുമായിട്ട് ഇന്ന ഇടപാടുണ്ടായിരുന്നു എന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഷെർഷാദ് അദ്ദേഹം തത്സമയം വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പിന്നീട് ബൈറ്റ് കൊടുത്ത സമയത്താണ് ഈ ഇടപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇത് മാത്രമല്ല, ഇതിനും അപ്പുറം ചില രേഖകൾ കൂടി ഈ കത്തിനോടൊപ്പം ഉണ്ടായിരുന്നു, അതുകൂടി നൽകിയിട്ടുണ്ടായിരുന്നു, അതും കോടതിയിലെത്തി എന്നാണ് അദ്ദേഹം പുറത്തുവിട്ടത്. ഈ കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 25 പേജ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എണ്ണി നോക്കിയപ്പോൾ ഏകദേശം അത്രയും പേജുകൾ തന്നെ വന്നിട്ടുമുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കത്ത്. അപ്പോൾ ഇത് പുറത്തു വന്നിട്ടുണ്ട്, പക്ഷേ മറ്റു കുറേ രേഖകളുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതാണ് റെജി പറഞ്ഞത് ഇതൊക്കെ നേരത്തെ പലതവണ ചർച്ച ചെയ്ത കാര്യമാണ് എന്ന്. അല്ല, നേരത്തെ ചർച്ച ചെയ്ത ആയിക്കോട്ടെ, പക്ഷെ ഞാൻ പറയുന്നത് CPM-ന്റെ PBക്ക് ഒരാൾ ഒരു പരാതി കൊടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഘടകത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഔദ്യോഗികമായിട്ട് അവർ കൺഫർമേഷൻ പറയുമ്പോൾ അതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രീ എളമരം കരീം തന്നെ പറയുമ്പോൾ അതിലുണ്ടായിരുന്ന ആരോപണങ്ങൾ എന്താണ് എന്നുള്ളത് പ്രസക്തമാണ്. പ്രാഥമികമായിട്ടെങ്കിലും ആ കാര്യത്തിൽ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആരോപണം വരുന്ന സമയത്ത് ഒരാളിനോട് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 3 തരത്തിലുള്ള ആരോപണങ്ങളാണ്. അതിലൊന്ന്, ഇദ്ദേഹത്തിന് കുറേയധികം ഫ്രോഡിലന്റ് ആയിട്ടുള്ള ഡീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാമുകളിൽ അദ്ദേഹം അത് നടത്തുന്നുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണമാണ് ഒരു ഭാഗത്ത്. രണ്ടാമതുള്ളത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കുറേയധികം ക്രമക്കേടുകളെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തി എന്ന പേരിൽ, മണി ലോണ്ടറിംഗ് നടത്തി എന്ന പേരിൽ, ഒപ്പം നേതാക്കൾ പലർക്കും, CPM-ന്റെ പല നേതാക്കൾക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വ്യക്തിപരമായ സാമ്പത്തിക സഹായം നൽകി എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണമുണ്ട്. മൂന്നാമത്, അദ്ദേഹം ബിസിനസ് മാൽ പ്രാക്ടീസസ് ചെയ്യുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു ബിസിനസ് മാനിപ്പുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 തരത്തിലുള്ള ആരോപണങ്ങൾ, അതിന്റെ സത്യസന്ധതയോ നിജസ്ഥിതിയോ എന്തായാലും അങ്ങനെ ഒരു പരാതി കിട്ടുന്ന സമയത്ത് PB യോഗം കൂടുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, എനിക്കറിയാൻ താല്പര്യമുള്ള ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അന്നെടുത്തിരുന്ന തീരുമാനത്തിൽ ഇന്ന് CPM ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ കാര്യം ഈ ചർച്ചയിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അറിഞ്ഞാൽ നന്നായിരിക്കും. ഏത് തീരുമാനമാണ്? ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ എടുത്ത നിലപാട്, അതാണ് ഉദ്ദേശിച്ചത്. അതെ, രാജേഷ് കൃഷ്ണയെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് CPM ഇപ്പോഴും കരുതുന്നുണ്ടോ? അതോ അന്ന് അങ്ങനെ ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്നാണോ CPM കരുതുന്നത്? അന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് PB അദ്ദേഹത്തിനോട് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നീ കാര്യങ്ങൾ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അതും തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോൾ ഈ പരാതി ചോർന്നു എന്ന് പറയുന്നതും ഈ രാജേഷ് കൃഷ്ണയ്ക്കോടുള്ള നിലപാട് അന്നത്തെ നിലപാട് തന്നെയാണോ ഇപ്പോഴുള്ളത് എന്നത് വിശദീകരിക്കണം എന്നും പറയുന്നതിൽ, ആ നിലപാട് തന്നെയാണോ ഉള്ളതെന്ന് പറയണം എന്നും ആവശ്യപ്പെടുന്നത്, അത് തമ്മിലൊരു ബന്ധം എങ്ങനെയാണ് ശ്രീജിത്ത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കിട്ടുന്നു. ആ പരാതി കിട്ടുമ്പോൾ ആ പരാതി അന്വേഷിച്ചതിന് ശേഷമാണ് സാധാരണഗതിയിൽ PB ഒരു നിലപാടെടുക്കുക. അതാണ് എളമരം കരീം അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2, അദ്ദേഹത്തിനെതിരെ പിന്നീട് തുടർന്ന് എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണത്തിന്റെ സത്യസന്ധത എത്രത്തോളം CPM-ന് ബോധ്യമുണ്ട്. പ്രാഥമികമായിട്ട് കിട്ടുന്ന വിവരം എന്ന് പറയുമ്പോൾ ഒരാളിന്റെ പരാതി അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. പക്ഷെ അത് ഇപ്പോഴും CPM-ന് അതിലുള്ള ബോധ്യം എന്താണ് എന്നുള്ളത് ഒരു വിഷയം. 2, ഇനി അഥവാ ഈ പറയുന്നത് പോലെ ഈ കത്ത് CPM-ൽ തന്നെയുള്ള ശ്രീ MV ഗോവിന്ദന്റെ മകന്റെ പക്കൽ നിന്നോ അല്ലെങ്കിൽ ശ്രീ MV ഗോവിന്ദന്റെ പക്കൽ നിന്നോ ഒക്കെയാണ് ഇതിൽ ലീക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് പ്രസക്തമാണ്. കാരണം രാജേഷിനെ മനഃപൂർവ്വം വെറുതെ അപകടത്തിൽപ്പെടുത്തുന്നതിന് വേണ്ടി, ആരോപണത്തിന്റെ ഭാഗമായി നിർത്തുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ് എന്ന ഒരു ബോധ്യം CPM-ന് ഉണ്ടായിട്ടുണ്ടോ? അതല്ല എങ്കിൽ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ശ്രീ MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് അസംബന്ധത്തിന് മറുപടി പറയില്ല എന്ന് മാത്രം പറയുന്നത്? ഇതിനു മുമ്പ് കേരളത്തിൽ എത്രയോ അസംബന്ധങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതിനെല്ലാം തന്നെ മറുപടി പറയുന്നതിനും വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും തയ്യാറായിട്ടുള്ളയാളാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മറുപടി തന്നെയല്ലേ വേണ്ടത്? കാരണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ പാർട്ടിയെ മോശമാക്കാൻ നടത്തുന്ന മറ്റൊരു ഇടപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ പ്രതിരോധം തീർക്കേണ്ടതാണ്. പക്ഷേ ഈ അസംബന്ധം എന്ന് പറഞ്ഞ് ഒഴിയുക എന്ന് പറയുമ്പോൾ അതിൽ മറയ്ക്കുവാൻ എന്തോ ഉണ്ട് എന്നതാണ് ശ്രീ റെജി ലൂക്കോസ്. അല്ല, നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കുക? കേരളത്തിന്റെ സമന്വിതനായ പോളിറ്റ് ബ്യൂറോ മെമ്പർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ്, നിങ്ങളിപ്പോ നാളെ വേറൊരു വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ മാത്രം സമയം കിട്ടത്തുള്ളൂ. തന്നെയുമല്ല, ഈ വ്യക്തി തന്നെ പറഞ്ഞ വേറൊരു വെളിപ്പെടുത്തലുണ്ട്. അദ്ദേഹം പറഞ്ഞ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം രണ്ടാമത് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള പരാതി പറഞ്ഞു, കോടിയേരി അത് അന്വേഷിച്ചിട്ട് അതിനകത്ത് യാതൊരു വസ്തുത അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയ ഒരു പരാതിയാണെന്ന് ഈ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഷെർഷാദ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇത്തരം ഷെർഷാദുമാർ ഒരുപാട് പേര് രംഗത്ത് വരും. അല്ല, ഇത് പരാതിയിൽ കഴമ്പുണ്ടെന്നാണ്, അല്ലല്ല, പരാതി അന്വേഷിച്ചതാണ്, അതുകൊണ്ടാണല്ലോ പാർട്ടി എന്റെ ചോദ്യം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തള്ളിയെങ്കിൽ PB എന്തുകൊണ്ട് തള്ളിയില്ല? അതാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്,
അന്ന് പ്രാഥമികമായി PBക്ക് ഇതിൽ ഒരു ബോധ്യമുണ്ടായിരുന്നോ? ഇപ്പോ PB ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ശ്രീജിത്ത് പണിക്കരെ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സംബന്ധിച്ചോടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും മേൽഘടകങ്ങളിൽ ഉള്ള സ്വാഭാവികമായ നടപടിക്രമമുണ്ട്. അത് CPM കുറിച്ച് സ്ട്രോങ് ആണ്. ഒരാളെ കുറിച്ച് പരാതി കിട്ടിയാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടാതെ ഉണ്ടെന്നും ഒരു പാർട്ടി നടപടി സ്വീകരിക്കത്തില്ല. പ്രത്യേകിച്ച് CPM. നിങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിച്ചൊന്നും നടപടി എടുക്കത്തില്ല. പാർട്ടി അന്വേഷിച്ചിട്ട് കൃത്യമാണെങ്കിൽ നടപടി എടുക്കുക. അയാളെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കുകയും ചെയ്യും. പാർട്ടി അന്വേഷിച്ചിട്ട് ഇയാളുടെ പേരിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടോണ്ടില്ല അയാളെ ദേശീയ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് അയാളെ പുറത്താക്കിയത്. അത് ഇളവരങ്കരി അംഗീകരിച്ചിട്ടുണ്ട്. ബഹുമാനോട് പ്രകാശ് കാരാട്ട് അതിനെ കുറിച്ച് പ്രതികരിച്ചു. പിന്നെ ഇതിനകത്ത് സംശയമുള്ളത് ഒരു സംശയമില്ല. അയാളെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ചോദ്യം മറുപടി കിട്ടണമെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസിൽ അയാളെ എടുക്കുമില്ലെന്ന് ഒരു അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പൊ ഇതിനൊരു മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്. അത് പാർട്ടി ഇയാളെ പുറത്താക്കിയത് ഈ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന മറ്റു കാരണങ്ങളെ കുറിച്ചും അന്വേഷണം വേണം. അല്ല, ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. ഈ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരാൾ കത്ത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രസക്തി. ഒരാളെ കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള നിരീക്ഷണത്തിൽ അയാൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യോഗ്യനല്ല എങ്കിൽ അയാളെ മാറ്റി നിർത്തി അയാളോട് പോകാൻ പറയും. അല്ലല്ല, ഈ പരാതി വരുന്നത് വരെ പാർട്ടിക്ക് പ്രിയങ്കരൻ തന്നെയായിരുന്നു, പാർട്ടി നേതാക്കൾക്ക് പ്രിയങ്കരൻ തന്നെയായിരുന്നു ഈ പറയുന്ന രാജേഷ് കൃഷ്ണ. പാർട്ടി നേതാക്കൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ആൾ തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു അവതാരം തന്നെയായിരുന്നു. ആ അവതാരത്തെ മാറ്റി കാരണമായി വന്നത് ഈ കത്താണെങ്കിൽ ഈ കത്തിൽ മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടി നേതാക്കളുമായുള്ള ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഇക്കാര്യം വെളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കത്ത് കോടതിയിൽ എത്തുന്ന രീതിയിൽ ചോർത്തി കൊടുത്തത്. അതാണ്. അപ്പോൾ അത് തമ്മിൽ ലിങ്കായി കഴിഞ്ഞു. ശ്രീ റജി ലൂക്കോസ്. അല്ല മഞ്ജുഷ്, എനിക്ക് അധിക സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത് ഒരാളൊരു ആരോപണമായിട്ട് വരുന്നു, അയാൾ കുറെ ആളുടെ പേര് പറയുന്നു. എന്താണ് അതിനുള്ള തെളിവ്? അയാൾ അയാളെന്താ പറഞ്ഞേ? ബഹുമാനപ്പെട്ട MP രാജേഷിനെ കുറിച്ചൊക്കെ തോമസ് ഐസക്കിനെ കുറിച്ചൊക്കെ അതിന് പറയുന്നുണ്ട്. ഇത്ര രൂപ വാങ്ങിച്ചു ഇന്ന് ബാങ്കിലൂടെ ഈ അക്കൗണ്ടിലൂടെ അതിന്റെ പ്രിന്റ് ഔട്ടും എടുത്ത് ഇയാൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പാർട്ടി അന്വേഷിക്കാൻ ബാധ്യസ്ഥ പാർട്ടി അന്വേഷിക്കും. ഇതിനുമ്പോ ഒരു വ്യക്തിയാണ് കുടുംബജീവിതത്തിലെ ഉണ്ടായ തകരാറിന്റെ പേരിൽ അതിലിങ്ങനെ കുറെ കത്തുമായിട്ട് നടക്കുന്നവരൊക്കെ മറുപടി പറയാൻ മാത്രം ആർക്കെതിരെയാണ് ആ പരാതി വന്നത് എന്നൊക്കെ പരിശോധിക്കണം. മാത്രമല്ല, ഈ പറയുന്ന രാജേഷ് കൃഷ്ണ എന്നുള്ളത് ഏതെങ്കിലും മറവിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളല്ല. പരസ്യമായിട്ട് അദ്ദേഹം ഈ പാർട്ടി നേതാക്കൾക്കൊപ്പമൊക്കെ സഞ്ചരിച്ച ആൾ തന്നെയാണ്. പാർട്ടി നേതാക്കൾക്ക് അയാളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു ഒഴിയുവാനും പറ്റുകയില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കണം. ഷർഷാദിന് അദ്ദേഹത്തിൻ്റെതായ ചില കാരണങ്ങളൊക്കെ ഉണ്ടാകാം. അവർ തമ്മിലുള്ള വഴക്കുകളും, ആദ്യം നല്ല ബന്ധമായിരുന്നു, പിന്നീട് വഴക്കായി, കുടുംബ ബന്ധത്തിലുള്ള പ്രശ്നം, ഇതൊക്കെയുണ്ട്. അത് ശരിയാണ്. പക്ഷെ പാർട്ടി നേതാക്കളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞൊഴിയാൻ കഴിയുകയില്ല. ശ്രീത് ഷർഷാദ് ചേരുകയാണ് തത്സമയം. ശ്രീ ഷർഷാദ്, ഇവിടെ പറയുന്നത് ഇപ്പോഴത്തെ പ്രതിരോധം എന്ന് പറയുന്നത് താങ്കൾ കൊടുത്ത പരാതി ഉണ്ടല്ലോ, 2022 കൊടുത്ത പരാതി, അത് ശരിക്കും എന്തായിരുന്നു? ഒരു കവറിംഗ് ലെറ്റർ മാത്രമായിരുന്നോ അതോ അതോടൊപ്പം കുറേയേറെ രേഖകളും ഉൾപ്പെടുന്നതായിരുന്നോ? ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നു, ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയത് ഈ കത്തും രേഖകളും എല്ലാം ചേർന്ന ഒന്നാണോ അതോ ഈ വെറും ഈ പറയുന്ന കത്ത് മാത്രമാണോ? അതാണെങ്കിൽ നേരത്തെ സർക്കുലേറ്റ് ചെയ്തത് തന്നെയാണെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. രാജേഷ് ഇന്നത് പറയുകയും ചെയ്തിരുന്നു. MP രാജേഷ്. അല്ല, ഇതിൽ ഞാൻ 2022 കൊടുത്ത കത്ത് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം കുറച്ച് എവിഡൻസ് ഒക്കെ ചേർത്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അത് മലയാളത്തിലുള്ള ലെറ്റർ ആയിരുന്നു, ഇംഗ്ലീഷിലുള്ള ലെറ്റർ അല്ല. മലയാളത്തിലുള്ള ലെറ്റർ ആയിരുന്നു, ഇംഗ്ലീഷിലുള്ള ലെറ്റർ അല്ല. ആ ലെറ്റർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടിയേരി അന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അകലം പാലിക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും ചെയ്യപ്പെട്ടതും അതിനുശേഷം കുറച്ചു കാലം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു. പിന്നീട് പാർട്ടി സെക്രട്ടറി മാറിയ സമയത്ത് പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട് വീണ്ടും പാർട്ടി കോൺഗ്രസ്സിൽ ഇദ്ദേഹത്തിനകത്ത് പ്രതിനിധിയായി തിരഞ്ഞെടുത്തെന്ന് കണ്ടപ്പം UK നിന്നാണ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അവിടെ നിന്നുള്ള കുറച്ച് ഇദ്ദേഹത്തിൻ്റെതായ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്നിട്ട് എങ്ങനെയെങ്കിലും ഇത് തടയണം, എല്ലാം നമുക്കൊക്കെ അപമാനമാണ്, നിങ്ങളുടെ കയ്യിലുള്ള എവിഡൻസ് ഒക്കെ വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ന്യൂസ് ഒന്ന് PBയിൽ എത്തിക്കണം. അപ്പോൾ PBയിൽ എത്തിക്കാൻ എനിക്ക് കേരള സ്റ്റേറ്റിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു വഴിയിൽ തന്നെ എനിക്ക്, കാരണം ഇവൻ പാർട്ടി കോൺഗ്രസ്സിൽ കൂടെ പങ്കെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഇവൻ ശക്തനാവുകയാണ് പാർട്ടിയുടെ ഇടയിൽ. അപ്പോൾ ഒരു തട്ടിപ്പ് വീരൻ പാർട്ടിൻ്റെ ഇടയിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കൊക്കെ അത് വലിയ പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായ സോഴ്സിൽ കൂടെ തമിഴ്നാട് സ്റ്റേറ്റ് കമ്മിറ്റി മുഖേന അശോക് ധവാളജീനെ ബന്ധപ്പെടുകയും അദ്ദേഹം പേഴ്സണലായിട്ട് മെയിൽ ID തരികയും ആ മെയിൽ IDയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു മലയാളം കിട്ടിയതിനെ കൊണ്ട് എനിക്ക് കാര്യമില്ല, ഇംഗ്ലീഷ് വേണമെന്നുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ഞാനത് മണിക്കൂറുകളോളം ഇരുന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് ഞാൻ കൊടുത്തത് അദ്ദേഹത്തിന്.
ആ ഇംഗ്ലീഷിൽ കൊടുത്ത സംഗതിയാണ് ഇപ്പം ഈ എവിഡൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോടതിയിൽ, ഡൽഹി ഹൈക്കോടതി. പക്ഷേ ഡൽഹി ഹൈക്കോടതി കൊടുത്തത് തെളിവടക്കം കൊടുക്കാൻ സാധ്യതയില്ല. അല്ല, അതിപ്പം ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ 2 ദിവസം മുമ്പ് 2025 നടന്ന പാർട്ടി കോൺഗ്രസിന്റെ 2 ദിവസം മുമ്പുള്ള ലെറ്ററാണ്, ഇംഗ്ലീഷ് ലെറ്ററാണ്. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയതെന്ന് പറയുന്നത് 2022 കത്താണ് അല്ലേ? അതും കുറെ രേഖകളും അങ്ങനെയാണോ? ഇത് ചില സങ്കീർണത. 22 കത്തല്ല, 22 കത്തല്ല. അതെ, ഞാൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. 22 കത്തല്ല, 22 മലയാള കത്ത് 25 ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. അശോക് ദവാളെ പോലെയുള്ള PB മെമ്പർമാർക്ക് മലയാളത്തിൽ കത്ത് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തർജിമ ചെയ്യപ്പെട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് മെയിൽ അയച്ച ഡേറ്റും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ മെയിലിൻ്റെ കൂടെ എനിക്ക് എവിഡൻസ് ഒന്നും വെക്കാൻ പറ്റില്ല. കാരണം അന്ന് കോടിയേരിക്ക് കൊടുത്തത് ഫിസിക്കൽ കോപ്പി വിത്ത് അറ്റാച്ച്മെൻറ്റ്സ് ആയിരുന്നു. മെയിലിൽ അയക്കുമ്പോൾ നമുക്കൊരു പരിമിതികളുണ്ട്, ഒരു മെയിലിൽ ഇത്ര MB അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം അറ്റാച്ച്മെൻറ്റുകൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത്രയും ഗൗരവമുള്ളത് കൊണ്ടാണല്ലോ അവർ പാർട്ടി കോൺഗ്രസിൻ്റെ തലേ ദിവസം അവിടെ യോഗം ചേരുന്നതും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതും ഇവനെ ആ പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നതും. അല്ലെങ്കിൽ ഇത്രയും ഇന്നത്തെ ചരിത്രത്തിൽ വരെ ഇത്രയും പാർട്ടി കോൺഗ്രസ് നടന്നപ്പം ഏതെങ്കിലും ഒരു പ്രതിനിധിയായിട്ട് വന്ന ആളെ പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ആ ലെറ്ററിൻ്റെ ഗൗരവം അത്രമാത്രം ഉണ്ടല്ലോ. അപ്പോൾ ഡൽഹി ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ആ ലെറ്ററാണ്, ആ ലെറ്ററിൻ്റെ കോപ്പിയാണ്. അത് ഞാൻ ഓൾറെഡി പറയൂ. അല്ലാതെ 2022 കത്ത്, ഇപ്പൊ 2022 ആ കത്ത് തന്നെയാണ് പിന്നീട് പാർട്ടി കോൺഗ്രസിന് തൊട്ടു മുമ്പ് കൊടുത്തതും അല്ലേ? അതിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നോ? ഒരു വ്യത്യാസമില്ല, 0 വ്യത്യാസം. അത് മലയാളം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അത് നമ്മൾ മലയാളം നമ്മളെ ഗൂഗിളിൽ ഇതിലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തർജിമ ചെയ്യാമല്ലോ. അതിൽ ചെറിയ കറക്ഷൻസ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് ചെയ്തു. ബാക്കി മെയിൻ പാരഗ്രാഫും കാര്യങ്ങളെല്ലാം സെയിം ആസ് ഇറ്റ് ഈസ്. അല്ല, ഞാൻ പറയട്ടെ, അപ്പോൾ ഈ കത്ത് തന്നെയല്ലേ താങ്കളുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു കത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാണല്ലോ? അത് ഇതേ കത്ത് തന്നെയായിരുന്നോ? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആ കത്ത് കണ്ടിരുന്നോ? എൻ്റെ ഫേസ്ബുക്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കത്ത് കണ്ടോ? ഇല്ല, അതിനകത്തൊരു കവറിങ് മാത്രം കണ്ടു. ഇങ്ങനെ അതല്ലേ ഈ പഴയ താങ്കളുടെ ഇമേജസ് എടുത്ത് ഫോട്ടോസ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു കവറിങ് കണ്ടിരുന്നു. ഇങ്ങനെ അത് ഞാൻ പറയാം. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ അവിടെ മധുരയിലുള്ള സമയത്ത് ഈ ഇദ്ദേഹത്തിനെതിരെ നടപടി വന്നപ്പം പല മാധ്യമ പ്രവർത്തകരും പല നേതാക്കന്മാരടുത്തും ബൈറ്റ്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റേറ്റ്മെൻറ്റുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ തൊട്ടടുത്ത് നിന്നും കൊണ്ട് എളമരം കരീം പറയുന്നത്, അത് ഇന്ന് ഏഷ്യാനെറ്റ് വീണ്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എളമരം കരീം ഏഷ്യാനെറ്റിന് കൊടുക്കുന്ന ഒരു വാർത്ത ഞാൻ കണ്ടു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. UK നിന്നും പാർട്ടി സഖാക്കളുടെ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നടപടിയെടുത്തതെന്ന്. അപ്പോൾ എനിക്ക് തോന്നി, അത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മധുര വരെ ഓടി വന്ന് ഇത്രയും അധ്വാനിച്ചിട്ട് വേറെ ആൾ ക്രെഡിറ്റ് ഒരിക്കലും UK ഇവനെതിരെ ഒരു കംപ്ലൈൻറ്റും വരില്ല. അപ്പം ഞാനത് തിരുത്തണം എന്നുള്ള ധാരണയിൽ ഈ മെയിലിൻ്റെ സെൻഡ് ഫോൾഡറിൽ പോയിട്ട് മെയിലിൻ്റെ സെൻഡ് ഫോൾഡർ സ്ക്രീൻഷോട്ട് എടുത്തും കൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, സഖാവേ ഞാനാണ് പരാതിക്കാരൻ, അല്ലാതെ UK കമ്മിറ്റിക്കാരല്ല, എൻ്റെ അടുത്ത് കോപ്പിയുണ്ട്, സഖാവിന് വേണമെങ്കിൽ ഞാൻ തരാം. പക്ഷേ എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അതായത് ഒരു മെയിൽ അയക്കുമ്പം സെൻഡ് ഫോൾഡറിൻ്റെ അകത്ത് കമ്പോസ് പേജിൽ നമ്മൾ എഴുതും, പ്ലീസ് ഫൈൻഡ് അറ്റാച്ച്ഡ് ഹിയർ വിത്ത് ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് എന്താണ്. അപ്പോൾ ആ ഒരു ലൈന് മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ. അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ട്, പക്ഷേ അത് സ്ക്രീൻഷോട്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കത്ത് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ, ഓണറബിൾ മെമ്പർ ഓഫ് ദ പോളിറ്റ് ബ്യൂറോ CPM, മൈ നെയിം ഈസ് മുഹമ്മദ് ഷർഷാദ് ആൻഡ് ഐ ആം ഫ്രം ന്യൂ മാഹി ഇൻ ദ കണ്ണൂർ ഡിസ്ട്രിക്ട് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. താങ്കളുടെ ഈ കുടുംബത്തിലുണ്ടായ പ്രശ്നം, പിന്നെ അതുപോലെ തന്നെ ലണ്ടൻ കൊച്ചി റോഡ് ട്രിപ്പ്, അത് ഈ രാജേഷ് കൃഷ്ണയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. പുഴു മൂവിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ അതിൽ പാർട്ടി പൊളിറ്റിക്കൽ കണക്ഷൻ, UK ബാക്ക്ഗ്രൗണ്ട് എന്ന സബ് ഹെഡിങ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഏകദേശം ഒരു 25 പേജെങ്കിലും അല്ലേ? ഇതാണോ ആ കത്ത്? അതെ, 25 30ന്റെ മുകളിലുണ്ട്. അതാണ് കത്ത്. അതാണ് ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് അല്ലേ? അതാണ് ഹൈക്കോടതിയിൽ എവിഡൻസ്. അതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധിയാണ് മനസ്സിലാവാത്തത്. കാരണം ഇപ്പോൾ എല്ലാ കമ്പനികളും വലിയ വലിയ പൊളിറ്റിക്കൽ പാർട്ടീസ്, വലിയ വലിയ കമ്പനികൾ എല്ലായിടത്തും ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കമ്പനിയുടെയും അവരുടെയൊക്കെ പോളിസി പ്രകാരം ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ് നടത്തും. ആ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സാധനം കൊണ്ടുപോയിട്ട് കോടതിയിൽ എവിഡൻസ് ആയിട്ട് കൊടുക്കുക, അത് ഒരു ദുരുദ്ദേശമല്ല അതിലുള്ളത്. അല്ല, ഞാൻ പറയട്ടെ, അതിൽ പാർട്ടി നേതാക്കൾക്ക് താങ്കൾ DGPക്ക് കൊടുത്തൊരു പരാതിയുണ്ട്. DGPക്ക് താങ്കൾ പരാതി കൊടുത്തിരുന്നു അല്ലേ? DGPക്ക് ഈ അടുത്ത സമയത്ത്, അടുത്ത സമയത്തൊന്നും അല്ല, 2023 അല്ലേ?
അല്ല ആ 23-ല് ആ പരാതിയിൽ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിനകത്താണല്ലോ എം ബി രാജേഷ്, ശ്രീരാമകൃഷ്ണൻ, പിന്നെ മിസ്റ്റർ ശ്യാം, സൺ ഓഫ് പ്രസന്റ് സെക്രട്ടറി CPM കേരള, ഇങ്ങനെയുള്ള ആളുകൾ ബിനാമിയാണ് എന്ന് തോമസ് ഐസക് ഇദ്ദേഹം പറഞ്ഞുവെന്ന്, അതായത് ഈ പറയുന്ന രാജേഷ് കൃഷ്ണ പറഞ്ഞുവെന്ന്. ഇതിൽ താങ്കൾ ഇങ്ങനെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്രീയ നേതാക്കളുടെ മന്ത്രിമാരുടെയൊക്കെ. പക്ഷേ ഈ പറഞ്ഞ ഒറിജിനൽ പരാതിയിൽ പേരുകളുണ്ടോ? അങ്ങനെ മന്ത്രിമാരുടെയോ ആരുടെയെങ്കിലും പേരുകൾ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ 2022 പരാതി, അത് തന്നെ താങ്കൾ മധുര പാർട്ടി കോൺഗ്രസിന് മുമ്പ് 2025 നൽകിയെന്ന് പറയുന്നു. അതിലിങ്ങനെ നേതാക്കളുടെ പേരുകൾ എടുത്തു പറഞ്ഞായിരുന്നു, അവരുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതെ, നിങ്ങളെ കയ്യിൽ 25ഓളം പേജ് ഉണ്ട് എന്നല്ല പറഞ്ഞു. അതിനകത്തുണ്ട് വ്യക്തമായിട്ട് ഈ നിയമങ്ങൾ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. DGPക്ക് കൊടുത്ത പരാതിയുടെ ആമുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇവൻ ആക്രമിക്കപ്പെട്ടത് FIR ആയില്ല എന്ന് പറഞ്ഞിട്ട് അത് FIR ഇടാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഈ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു എന്നല്ലാതെ ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ് അതിലില്ല. അല്ല, ഇതൊക്കെയുണ്ട്, പേരുകളുണ്ടോ? ഉള്ളടക്കം അതിനകത്തില്ല. പേരുകളുണ്ടല്ലോ. To my surprise, Mr. Thomas Isaac, the former finance minister, directly contacted the bank. പേരുകളുണ്ട്, പക്ഷേ അതൊരു 2-3 പേജല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ, 2-3 പേജുള്ളൂ. പക്ഷെ ഞാൻ പറയട്ടെ, ഈ ഒറിജിനൽ കത്തെന്ന് പറയുന്നതിൽ അത്ര കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരത്തി കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ നേതാക്കന്മാരുടെ പേര് ഇവരുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരഗ്രാഫ് അല്ലേ ഉള്ളൂ. രാജേഷ് കൃഷ്ണ behaves in a way that makes us feel like he is a trusted confidant of the leaders, the present owner. അങ്ങനെ അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ആ പാരഗ്രാഫാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ നേതാക്കന്മാരെ ഞാൻ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതൊന്നുമല്ല. പല കാര്യങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞപ്പം അതിലൊരു പാരഗ്രാഫ് നേതാക്കന്മാരെ പറ്റി പറയുന്നു. അല്ലാതെ നേതാക്കന്മാരെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവൻ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നയാൾ. അല്ലാതെ നിങ്ങൾ അന്വേഷിക്കണം. കാരണം 2016 വരെ ബെഡ് സ്പേസ് ഷെയർ ചെയ്തും കൊണ്ടിരുന്ന, ഞാനിത് തന്നെയാണ് തുടക്കം മുതലേ പറയുന്നത്, 2016 വരെ ബെഡ് സ്പേസ് ഷെയർ ചെയ്തും കൊണ്ടിരുന്ന ആൾ 2019-20 ആകുമ്പോഴത്തേക്ക് സിനിമയിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവിടെ കമ്പനികൾ തുടങ്ങുന്നു, ഇവിടെ പ്രൊഡക്ഷൻ കമ്പനി കൊടുക്കുന്നു, അതിലേക്ക് ഫണ്ട് വരുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഇത്രയും കാശ് എവിടുന്നാണ് വരുന്നത്? ഇദ്ദേഹത്തിന് പേരിനൊരു ഭാര്യയ്ക്ക് അവിടെ ഒരു സാധാരണ ഒരു ജോലിയാണുള്ളത്. ഇദ്ദേഹത്തിന് ഒരു പറയത്തക്ക ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. ഏഷ്യാനെറ്റ് നമ്മുടെ BBC ഒക്കെ പ്രൊഫൈലിലുണ്ടെങ്കിലും BBC-യിൽ എൻ്റെ ഒരു കോൺടാക്ട് വെച്ചിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ആൾ അവിടെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടത്. ശരി, റെജി ലൂക്കോസ്, ഇതാണ് അപ്പോൾ പാർട്ടി ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലെങ്കിലും എം ബി രാജേഷും തോമസ് ഐസക്കും ഒക്കെ പറഞ്ഞത് ഇതൊരു പഴയ കത്താണ് എന്ന രീതിയിലാണ്. പല കാര്യങ്ങളും ഉയർന്നു വരുമെന്നാണ്. പക്ഷേ ഷെർഷാദ് പറയുന്നത് അങ്ങനെയല്ല. ഇത് ഈ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ എത്തിയതിനെ കുറിച്ച് സംശയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇദ്ദേഹം പറഞ്ഞത് ഗൗതമാഷ് പറഞ്ഞ ഭാഷകൾ ശുദ്ധ അസംബന്ധമല്ല. ഈ മനുഷ്യൻ പറഞ്ഞതല്ല, ഞാൻ നേതാക്കന്മാരെ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചല്ല അവരുടെ പേരെഴുതുന്നത്. കേരളത്തിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കഷ്ടപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് വരുന്നവരുടെ പേര് എഴുതിട്ട് പറയുകയാണ്. ഞാൻ അത് ഉദ്ദേശമല്ല എഴുതിയത്. ഇപ്പോൾ തന്നെ ഈ ചർച്ചയുടെ കാറ്റ് പോയില്ലേ? ഇനി രണ്ടാമത് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹം തന്നെ കൊടുത്തിരിക്കുന്ന 2022 കത്തിന്റെ തനി പകർപ്പാണ് ഇപ്പോൾ പിന്നെ ഞാനൊന്ന് പറയട്ടെ. ഞാനത് പബ്ലിക് ചാനലിലാണോ പേര് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പബ്ലിക് ചാനലിലാണോ പേര് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പാർട്ടിക്ക് കൊടുത്ത കത്താണ്, പാർട്ടിന്റെ ഉള്ളിൽ കൊടുത്ത കത്താണ്. അല്ല റെജി, അതിനകത്ത് കാര്യമുണ്ട്. പാർട്ടിക്ക് കൊടുത്ത കത്ത് കോടതിയിൽ എത്തിയത് കൊണ്ടാണ്. അത് അദ്ദേഹം പാർട്ടിക്കാണ് കൊടുത്തത്. അപ്പോൾ പാർട്ടിക്കാർ തന്നെ ചോർത്തി എന്നുള്ള കാര്യമാണ് ഇവിടെ ചർച്ചയാവുന്നത്. ഈ കത്ത് ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് CPM. ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയല്ലേ? ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയല്ല CPM. അതിനകത്ത് കൊടുത്ത കത്തല്ലേ? അല്ല ഷെർഷാദ്, കത്ത് ചോർത്തിയത് താങ്കളാണ് എന്നുള്ള രീതിയിലാണ് റെജി ലൂക്കോസ് പറയുന്നത്. കത്ത് ചോർത്തിയത് താങ്കൾ തന്നെയാണെന്ന്. ഉൾപാർട്ടി ജനാധിപത്യം ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിന്റെ അകത്ത് കൊടുത്ത കത്ത്, അതിനകത്ത് പാർട്ടി നേതാക്കന്മാരെ പറ്റി എനിക്ക് പറയുന്നതിൽ എന്താ തെറ്റ്? ഞാൻ പുറത്തു കൊടുത്തതല്ലോ. എന്തുകൊണ്ടാ കത്ത് ഇത്ര വർഷമായിട്ട് പുറത്തു വന്നില്ല? ഇത്ര വർഷം എന്തുകൊണ്ടാ കത്ത് പുറത്തു വന്നില്ല? ഇപ്പം ഇത്ര 3 വർഷം കഴിഞ്ഞിട്ട് പുറത്തു വരാൻ കാരണം നിങ്ങൾ തെളിയിക്കൂ. ഞാൻ പുറത്തു കൊണ്ടുവന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. ഞാൻ പുറത്തു കൊണ്ടുവന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. താങ്കൾ ഏത് മാധ്യമത്തിലാണ് കൊടുത്തത്? ആ മാധ്യമമാണ് പുറത്തുവിട്ടത്. ആ മാധ്യമത്തിന്റെ ഒരു ടാർഗറ്റ് ആയിരുന്നു പ്രതിപക്ഷ. താങ്കളെന്നും വിചാരിച്ചാലും ഈ പാർട്ടികളുടെ ചുക്കം ചെയ്യാൻ പറ്റും. താങ്കൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്തെങ്കിലും അടിസ്ഥാനപരമായ ഒരു കാര്യമുണ്ട്? ചുമ്മാ ഇരുന്ന് ഓരോ കത്ത് കൊടുക്കുക,
അത് മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കുക. ഞാനിവിടെ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിന് അല്ല റജി അദ്ദേഹം പറയട്ടെ, ഷർഷാദ് പറയട്ടെ, ഷർഷാദ് പറയട്ടെ. അത്രയും ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഷർഷാദ് പറയട്ടെ. റജി ഒരു സെക്കൻഡ്, ഷർഷാദിന് പറയാൻ ഒരു അവസരം ഞാൻ കൊടുക്കൂ. പൊളിറ്റിക്കൽ ഡിബേറ്റിന് വന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ പൊളിറ്റിക്കൽ ഡിബേറ്റിന് വന്നതല്ല. അങ്ങനെ പറയല്ലേ? പൊളിറ്റിക്കൽ ഡിബേറ്റിന് വന്നതല്ല. നിങ്ങൾ വെട്ടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പൊളിറ്റിക്കൽ ഡിബേറ്റിന് വന്നതല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരി റജി. മുഹമ്മദ് ഷർഷാദ് ഇങ്ങനെ ഇപ്പൊ റജി പറഞ്ഞത് താങ്കൾ തന്നെ ഈ കത്ത് ചോർത്തിക്കൊടുത്തു എന്നുള്ളതാണ്. അതൊക്കെ ഹലോ അല്ല ഒരു മിനിറ്റ് നിങ്ങൾ ആ വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എനിക്ക് പച്ചക്ക് പല കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കോടതി വന്നു കഴിഞ്ഞാൽ നാളെ സമാധാനം പറയേണ്ടി വരൂ. രാജേഷ് കൃഷ്ണൻ എന്നെ ഞാൻ കൈയോടെ എന്റെ ബെഡ്റൂമിൽ നിന്ന് പിടിച്ചതാണ്. ഞാനത് പറയണോ? അതിലേക്ക് കടക്കണോ? നിങ്ങളാണ് ആരംഭിച്ച് തുടങ്ങിയിരിക്കുന്നത്. രാജേഷ് കൃഷ്ണൻ എന്റെ ബെഡ്റൂമിൽ നിന്നാണ് ഞാൻ പിടിച്ച് പുറത്തിറക്കിയത്. ഞാൻ അവളെ എഴുതിയതിന് മറുപടി പറയണോ? പറയാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ കോടതി വന്നു കഴിഞ്ഞാൽ നിങ്ങളും കൂടെ ഉണ്ടാവണം, എന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണം. താങ്കൾ തന്നെയാണ് കത്ത് ചോർത്തിയത് എന്ന് പറഞ്ഞ റജി ലൂക്കോസ് ഇപ്പോൾ ഈ ചർച്ചയിലില്ല. പക്ഷെ താങ്കൾ കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്ന ഈ ആരോപണം ഉണ്ടല്ലോ, അതിനുള്ള മറുപടി താങ്കളാണ് കത്ത് കൊടുത്തത് എന്നുള്ള ആരോപണത്തിനുള്ള മറുപടി, അത് ചോർത്തിയത് എന്നുള്ള ആരോപണത്തിനുള്ള നിങ്ങൾ ഇങ്ങനെയുള്ള ഒരാൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഒക്കെ നോക്കണം. തനി തറകളെ കൊണ്ടുവന്നിട്ട് ചർച്ചയ്ക്ക് ഇരുത്തരുത്. അല്ല അങ്ങനെ പറയരുത്. താങ്കളുടെ കാര്യം പറയൂ. പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടി പറയൂ. അല്ല, മറുപടി ഞാൻ പറഞ്ഞല്ലോ. അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവർ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു നിയമമാണ് ഇന്ത്യയിൽ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ. അവരുടെ തോന്നിയാസങ്ങൾ മൊത്തം കാണിച്ചിട്ട് അവരെ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയിട്ട് ആണുങ്ങളുടെ വായടക്കലാണ് ഇന്നത്തെ സംഭവം. സുപ്രീം കോടതിന്റെ ലേറ്റസ്റ്റ് ജഡ്ജ്മെന്റ് എന്താ പറയുന്നത്? ഭർത്താക്കന്മാർക്കെതിരെ ഉപയോഗിക്കാനല്ല പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ താങ്കൾ ഈ പറയുന്ന ഈ കിങ്ഡം കമ്പനി അങ്ങനെയുള്ള കുറേയേറെ കാര്യങ്ങൾ താങ്കൾ ഈ പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അത് രണ്ട് തവണ ആ പരാതി നൽകിയെന്ന് പറയുന്നു. ഒന്ന് 2022 കൊടുത്തു, പിന്നെ പാർട്ടി കോൺഗ്രസിന് തൊട്ട് മുമ്പ് ഈ വർഷവും താങ്കൾ കൊടുത്തു. ഈ രണ്ട് പരാതികളും ഒന്ന് തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഇതിലൊന്നും ഈ പറയുന്ന ശ്യാംജിത്ത് എം വി ഗോവിന്ദന്റെ മകനെതിരെയുള്ള ആരോപണങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ DGPക്ക് കൊടുത്തിട്ടുള്ള പരാതിയിൽ താങ്കൾ അത് പറയുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതിൽ മാത്രം വരുന്നു. പിന്നെ MA ബേബിക്ക് എതിരെ കൊടുത്ത പരാതിയിലും കാണുന്നുണ്ട്. അത് ശ്യാംജിത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ശ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, സൺ ഓഫ് എം വി ഗോവിന്ദൻ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഷ്യാമിൻ്റെത് എതിലില്ലാന്ന് നിങ്ങൾ പറയുന്നത്. ഞാൻ കൊടുത്ത മലയാള പരാതിയാണ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഇംഗ്ലീഷ് പരാതിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം അറിയാതെയാണ് സംസാരിക്കുന്നത്. മലയാളം പരാതി സർക്കുലേറ്റ് ചെയ്യപ്പെട്ട കഥ ഞാൻ പറയാം. മലയാള പരാതി AKG സെൻറ്ററിൽ നിന്ന് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവരുടെ ഇൻറ്റേർണൽ പാർട്ടി പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കോടിയേരിയുടെ മരണത്തിൻ്റെ സമയത്ത് തന്നെ അത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ മലയാള പരാതിയാണ് ഈ പറഞ്ഞ ഓൺലൈൻ മാധ്യമക്കാരൻ്റെ കയ്യിലും എല്ലാവരുടെ കയ്യിലും ഉള്ളത്. അത് സർക്കുലേറ്റ് ചെയ്തത് ഞാനല്ല, മറ്റ് പല സ്ഥലത്തുനിന്നും അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഒറ്റൊരു ചോദ്യം, എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് ജനറൽ സെക്രട്ടറിക്ക് ഞാനൊരു പേഴ്സണൽ മെയിൽ അയക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ മെയിൽ ID യിൽ MA baby 83 or 67 അങ്ങനെ എന്തോ ഒരു മെയിൽ ID ഉണ്ട്. പേഴ്സണൽ മെയിൽ ID ആണ്. വേറെ ഒരാൾക്ക് ഒരു CCU ഇല്ല. ആ മെയിൽ ID ഞാൻ ഇന്നലെ ഇവിടെ എത്തി എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഇവിടെ നിന്ന് തുടങ്ങുമ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഏഷ്യാനെറ്റ് റിപ്പോർട്ടറുടെ കയ്യിൽ ആ മെയിലിൻ്റെ PDF കോപ്പി കിടക്കുക. അപ്പൊ അത് എവിടുന്ന് ലീക്കായി? പ്രിന്റ് എടുത്ത് അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ സർക്കുലേറ്റ് ചെയ്ത സാധനമാണ്. ഞാനല്ല പറഞ്ഞത്, ഞാൻ ഒരു തവണ ആവർത്തിക്കുന്നു, ഞാനല്ല. താങ്കൾ സർക്കുലേറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടില്ല. അതിവിടെ സംസാരിച്ച റെജി ലൂക്കോസ് ആണ് പറഞ്ഞത്. അതെ, അല്ല ഞാൻ പറയാണ്, അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പം എനിക്കതിൽ പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പുറത്തു വന്നു? ഈ 12-ാം തീയതി, ഇന്നിപ്പോൾ 18-ആണ്. 6 ദിവസം കൊണ്ട് ഈ ജനറൽ സെക്രട്ടറിക്ക് പേഴ്സണലായിട്ട് പോയ മെയിൽ എങ്ങനെ പബ്ലിഷ് ചെയ്യപ്പെടും? അതും 6 ദിവസമല്ല, 5 ദിവസം കൊണ്ട് തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായത്.
PDF കോപ്പി ആയിട്ടുള്ളത്. ആ PDF ശരിയാണ്. അതായത് താങ്കൾ കൊടുത്ത ആ പഴയ പ്രൈവറ്റ് കംപ്ലൈന്റ് ലെറ്റർ ചോർന്നതിനെ കുറിച്ച് താങ്കൾ ഉന്നയിച്ച ആശങ്ക, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് mababy54@gmail.com എന്നുള്ള അഡ്രസ്സിൽ താങ്കൾ അയച്ച ആ കത്തും ചോർന്നു. ശ്രീ MK ഹരിദാസ്, ഈ കത്ത് ചോരലുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് AKG സെന്ററിൽ നിന്ന് ചോർന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പോൾ MA ബേബിക്ക് കൊടുത്ത കത്ത് ചോർന്നതിൽ അദ്ദേഹം പറയുന്നത് സംശയിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ നിന്നേ ചോരുകയുള്ളൂ. അപ്പോൾ ഇത് പാർട്ടിക്ക് തന്നെ വലിയ നാണക്കേടായി വന്നിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അതിനെ അസംബന്ധ നാടകം എന്ന് പറഞ്ഞുകൊണ്ടാണ് തള്ളിക്കളയുന്നത്. ശ്രീ ഹരിദാസ്, കത്തുനാറുന്നത് എന്താണ് മൂപ്പരെ? തട്ടിൻ പുറത്തേലി ചത്തതാകാം എന്നൊരു കവിതാശകലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എന്തോ ചത്തു നാറുന്നുണ്ട്. പക്ഷെ ആ ചത്തു നാറുന്നതിനെ അനുസൃതമായിട്ട് ഇത് കേൾക്കുന്നവർക്കും ഇത് കാണുന്നവർക്കും വേണ്ട തെളിവുകളൊന്നും ഈ പരാതിക്കാരന് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. മഞ്ജുഷെ, ഇത് ഈ തുടക്കത്തിലെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമായിട്ടൊന്നും ഇത് കത്തിപ്പടർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം CPM കഴിഞ്ഞ കാലത്തെ ഈ 9 വർഷവും 3 മാസവുമായിട്ടുള്ള കാലഘട്ടത്തെ ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ്, അതായത് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയും ഈ ഹർഷാദ്, എനിക്ക് ഹർഷാദാണോ ഞാൻ മാധ്യമത്തിന്റെ റിപ്പോർട്ട്, ഈ ഹർഷാദ് രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലെ ഇദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ആ നഷ്ടങ്ങളെ രാജേഷ് കൃഷ്ണയിലൂടെ CPM എന്ന് പറയുന്ന പാർട്ടിയെ ചാരിക്കൊണ്ട് പാർട്ടിയെ നാറ്റിക്കാനാണ് ശ്രമമെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ വെറും വ്യാമോഹമല്ലേ മഞ്ജുഷെ? ഈ ചർച്ചയിൽ പങ്കെടുത്ത റെജി ലൂക്കോസിനെ അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്തോ മോശമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാനും ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ അത്തരത്തിലുള്ള നാറി എന്നോ അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ അദ്ദേഹം നടത്തി എന്ന് വരാം. ഇദ്ദേഹത്തിന് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? ഇദ്ദേഹം ഈ പറയുന്ന CPM എന്ന് പറയുന്ന 1 കോടിക്ക് മേൽ, മഞ്ജുഷിന് എന്റെ സ്വഭാവം അറിയാം, CPM ചെറിയ പ്രശ്നങ്ങൾ പോലും തലനാഴിക കീറിയിട്ട് അവരെ വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇദ്ദേഹം ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ്? എം പി രാജേഷ്, ശ്രീരാമകൃഷ്ണൻ, തോമസ് ഐസക്, ഇവർക്ക് നമ്മുടെ ഈ രാജേഷ് കൃഷ്ണയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിൽ ഇദ്ദേഹത്തിന് എന്താണ് കുഴപ്പമുള്ളത്? കാരണം രാജേഷ് കൃഷ്ണ കളങ്കിതനായതുകൊണ്ടല്ലേ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ ഇവർ പിടിച്ച് പുറത്താക്കണത്. നിങ്ങളുടേതായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ രാജേഷ് കൃഷ്ണയുടെ പേരില് പാർട്ടിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാണ്. പാർട്ടി കോൺഗ്രസിൽ നിന്നും യാതൊരുവിധ ലാഞ്ചനയും കൂടാതെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്കാക്കിയിട്ടുണ്ട്. ആ പുറത്തേക്കാക്കിയിട്ടുള്ളതിന് ശേഷം ഈ 4 കൊല്ലമായിട്ട് 2022 എന്ന് പറയുന്ന 22 നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് എണ്ണിക്കഴിഞ്ഞ ഏകദേശം 3.5 വർഷക്കാലത്ത് ഈ ഹർഷാദിനെ പറ്റിയിട്ട് നമുക്ക് ഈ കാര്യത്തിൽ എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഇതിലും വലിയൊരു പ്രശ്നം വന്നിട്ടുള്ളത് മഞ്ജുഷ് ഓർമ്മയില്ലേ, വൈദേഹം റിസോർട്ടിലെ EP ജയരാജന്റെ ഒരു ഷെയർ ഹോൾഡിംഗുമായിട്ടുള്ള ഒരു വിഷയം വന്നില്ലേ? എന്തായിരുന്നു അതിന്റെ തുടർന്നുള്ള നടപടികൾ? ആ വിഷയത്തിൽ എന്തായിരുന്നു നമ്മുടെ പ്രതിപക്ഷം ചെയ്തത്? ഈ ഹർഷാദ് ഇത്രയും വലിയൊരു ആരോപണം എന്ന് ഊതി വീർപ്പിച്ചു കൊണ്ടുവരുന്ന ഈ ആരോപണത്തിലെ നിലവിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഇതൊക്കെ കൂടി കൂട്ടി വായിച്ചിട്ട് വേണ്ടേ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണമോ വേണ്ടോ? മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഈ കത്ത് ഇത് ഒരു പ്രാധാന്യവും ഇല്ലാത്ത കത്താണെങ്കിൽ എന്തിനാണ് ഈ കത്ത് പാർട്ടിയിൽ നിന്ന് ചോർന്നത്? പാർട്ടിക്ക് കൊടുത്ത കത്ത് കോടതിയിലെത്തിയത് എങ്ങനെയാണ്? അതുപോലെ തന്നെ MA ബേബിക്ക് ഇദ്ദേഹം അയച്ച ഇമെയിൽ ചോരുന്നു. അപ്പോൾ പാർട്ടിയിൽ തന്നെ ആരൊക്കെയോ ഇത് പരസ്പരം വിഴുപ്പലക്കലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ എല്ലാ കത്തും ഈ പറയുന്ന ഷർഷാദ് ചോർത്തി നൽകിയെന്നാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാം. പക്ഷെ അങ്ങനെയാണോ കാണുന്നത്? ഒരു വാലിഡ് ക്വസ്റ്റ്യൻ, അതായത് എനിക്കിത് ചോർത്തണമെന്നുണ്ടെങ്കിൽ അല്ല ഹരിദാസ് അതിൽ അതേ ആ കാര്യം പറയട്ടെ. ഹരിദാസ് ഒരു സെക്കൻഡ്, ഷർഷാദ് എന്താണ് താങ്കൾക്ക് ചോർത്തണമെന്നുണ്ടായിരുന്നുവെങ്കിൽ? പാർട്ടിക്കുള്ളിലെ അങ്ങേയറ്റം തൊഴുത്തിൽ കുത്ത് നടക്കുന്ന സമയമാണ് മഞ്ജുഷ, അത് നമുക്ക് എല്ലാവർക്കും ശരിയാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. ഹരിദാസ് ഒരു സെക്കൻഡ് ഷർഷാദ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, ഈ കത്ത് ഫസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുന്നത് 2022 അങ്ങനെ എനിക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 3 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോൾ ഞാനാണോ ഇത് കുത്തിപ്പൊന്തിച്ച് വന്നിരിക്കുന്നത്? ഇതിൻ്റെ അടിത്തറ എവിടെയാണ്? ഞായറാഴ്ച കാലത്ത്, ഇന്നലെ കാലത്ത് ബിജു പർവത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ ആർട്ടിക്കിൾ മാതൃഭൂമിയിൽ വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബിജു പർവത്തിൻ്റെ ആർട്ടിക്കിൾ മാതൃഭൂമിയിൽ വരാനുള്ള കാരണം എന്താ? മാതൃഭൂമി ഈ കേസിൻ്റെ റെസ്പോണ്ടൻ്റാണ്. അപ്പോൾ റെസ്പോണ്ടൻ്റായി മാതൃഭൂമി വരുമ്പം രാജേഷ് കൃഷ്ണക്കെതിരെയുള്ള അന്നത്തെ വാർത്ത ചെയ്ത ബിജു പർവത്താണ്. അദ്ദേഹം റെസ്പോണ്ടൻ്റ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ മാതൃഭൂമിയിൽ എഴുതുന്നു. ഞാൻ എൻ്റെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആവശ്യത്തിന് നാട്ടിൽ വരുന്നു. അപ്പോൾ എൻ്റെ കാലത്ത് ഞാൻ കാലത്ത് എണീക്കുമ്പോൾ കാണുന്നത് എൻ്റെ ഫോൺ കോൾസിൽ ഒരുപാട് ചാനലുകളുടെ മിസ് കോളാണ്.
അപ്പോൾ ഞാൻ എന്താണെന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ മാതൃഭൂമി ഒന്ന് നോക്കണം, ഞങ്ങൾക്ക് ബൈറ്റ്സ് തരണം എന്ന് പറഞ്ഞ് എൻ്റെ അഡ്രസ്സും അവിടെ അന്വേഷിച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും എൻ്റെ വീടും കാര്യങ്ങളൊക്കെ അറിയാം. അവർ ലോക്കലി ബന്ധപ്പെട്ടിട്ട് ഞാൻ 8-8:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടുമുറ്റത്ത് ചാനലായിട്ട് ക്യാമറയായിട്ട് ചാനലുകാർ നിൽക്കുകയാണ്. അല്ലാതെ ഞാനിത് കൊണ്ടുപോയിട്ട് എനിക്ക് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അന്ന് ഈ കത്ത് കോടിയേരിക്ക് കൊടുത്ത സമയത്ത്, അല്ലെ ഈ കത്ത് മധുര ദവാളയ്ക്ക് കൊടുത്ത സമയത്ത് അവിടെ ഇത്രയും പത്രസമ്മേളനം, ഒരു പത്രക്കാരെ വിളിച്ചിട്ട് പത്രസമ്മേളനം ചെയ്തിട്ട് ഇതിൻ്റെ കോപ്പി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് എത്ര സമയം വേണോ? എനിക്ക് ഇത്രയും വർഷം വേണോ? ഏതെങ്കിലും ഒരു പ്രസ് മീറ്റ് ഇനി മദ്രാസിൽ മലയാള മാധ്യമമില്ലേ, അവിടെ കൊടുത്താൽ പോരെ? താങ്കളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടോ ഈ രാജേഷ് കൃഷ്ണ വഴി? താങ്കൾക്ക് പറയാൻ സാധിക്കുമോ CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാക്കള് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പൈസ കൈപ്പറ്റിയെന്ന് ഈ കത്ത്? ഇതൊക്കെ വാലിഡ് അല്ലാത്ത ക്വസ്റ്റ്യൻ. അതൊക്കെ എവിടെയാ ഞാൻ കത്തിൽ പറയുന്നത്? ഞാൻ കത്തില് അല്ല, ഞാനത് നേരത്തെ ചോദിച്ചിരുന്നു ഷർഷാദ്, ഈ CPM-ന്റെ നേതാക്കൾ ഡയറക്റ്റ് ആയിട്ട് പണം കൈപ്പറ്റിയെന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി വഴി കൈപ്പറ്റിയെന്നോ ഡയറക്റ്റ് ആയിട്ട് ഈ കത്തിൽ പറയുന്നില്ല. പക്ഷെ താങ്കൾ പറയുന്നു കത്ത് മാത്രമല്ല അതിന്റെ കൂടെ രേഖയും ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ ആ രേഖയാണോ ഈ പ്രശ്നമാകുന്നത്? ഈ കത്തല്ല, ഈ കത്തിന് പുറമെ ഇതിന് ഡയറക്റ്റ് ലിങ്ക് ഉള്ള രേഖകൾ ഉണ്ടായിരുന്നു, അത് കോടതിയിൽ എത്തിയതാണ്, അത് AKG സെന്ററിൽ നിന്നാണ് ചോർന്നത്. അതാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? താങ്കളും രാജേഷ് കൃഷ്ണയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങള് PB അംഗത്തിനോ അല്ലെങ്കിൽ MA ബേബിക്കോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനോ കൊടുത്തു. ആ കൊടുത്തതിന് നടപടി എടുത്തില്ല. പക്ഷെ ആ കത്തിന്റെ ഉള്ളടക്കത്തിലൂടെ പാർട്ടിക്കേറ്റ കളങ്കം എന്താണ്, പാർട്ടി നേതാക്കൾ എത്ര കൈപ്പറ്റി? പിന്നെ താങ്കൾ പറഞ്ഞ നേരത്തെ വീണ്ടും ആവർത്തിക്കുകയാണ്, തോമസ് ഐസക് ആയാലും MP രാജേഷ് ആയാലും ശ്രീരാമകൃഷ്ണനായാലും ഒരു വ്യക്തിയുടെ ഗുണഗണങ്ങൾ അറിയും മുമ്പ് ആ വ്യക്തിയുമായിട്ട് ഒരു പക്ഷെ പരിചിതരായിരിക്കാം. അതിനപ്പുറമുള്ള എന്ത് തെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്? പിന്നെ താങ്കൾ ഈ പറയുന്നത് പൂർണ്ണമായിട്ട് ഞാൻ ഇന്ന് 4 മണി വരെ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ താങ്കൾ ഇപ്പൊ പറഞ്ഞു രാജേഷ് കൃഷ്ണയെ താങ്കളുടെ ബെഡ്റൂമിൽ നിന്ന് പിടിച്ച് പുറത്തേക്കാക്കിയതാണെന്ന് പറഞ്ഞു. താങ്കൾ പറയുന്നത് മാത്രം വിശ്വസിക്കാനുള്ള മണ്ടത്തരം സാമൂഹ്യ നിരീക്ഷകരായ ഞങ്ങൾക്കില്ല. ശരി, ശ്രീജിത്ത് മുഹമ്മദ് ഷർഷാദ് പറയുന്നതിൽ താങ്കൾ എന്താണ്, താങ്കൾ അതിൽ എന്തെങ്കിലും അസ്വാഭാവികത കാണുന്നുണ്ടോ ഇല്ലയോ ശ്രീജിത്ത്? അല്ല നോക്കൂ മഞ്ജുഷ, ഞാനിതിൽ എന്നോടല്ലേ ചോദ്യം? ഇപ്പൊ ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ഇപ്പൊ ഞാൻ പറയുന്നതിൽ അതില് ഞാൻ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹം പറഞ്ഞു എന്നേ ഉള്ളൂ ഷർഷാദ്. ശ്രീജിത്ത് അല്ല നോക്കൂ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു വ്യക്തിയുടെ ആരോപണമാണ്. ആ വ്യക്തിയുടെ ആരോപണത്തിനാണോ സത്യസന്ധത അതോ അതിന്റെ മറുഭാഗത്തിനാണോ സത്യസന്ധത? ഇനി ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണ്. അതുകൊണ്ട് ഈ പരാതി കണ്ടതുകൊണ്ടോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചത് കൊണ്ടോ ഇതിൽ ഏതാണ് സത്യം, ആരുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന കാര്യത്തിനെ പറ്റി ഒരു ക്ലൂവുമില്ല. അത് വ്യക്തിപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് CPM-ന്റെ ഇൻവോൾവ്മെന്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ശരിയായിട്ട് ഇവിടെ ഉയരേണ്ടുന്ന ചോദ്യങ്ങൾ, ഒന്ന്, രാജേഷ് കൃഷ്ണയെ പാർട്ടി സമ്മേളനത്തിൽ നിന്ന് പുറത്താക്കാൻ മതിയായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 3 കാറ്റഗറികളിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിലുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതിൽ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അതിൽ ആരോപണമുണ്ട്. ഇതിൽ ഏത് കാര്യത്തിന് കൊടുത്തിരിക്കുന്ന തെളിവ് കണ്ടിട്ടാണ് CPM-ന്റെ PBക്ക് ആ രാത്രി തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുള്ള ബോധ്യമുണ്ടായത്? മറ്റേതെങ്കിലും ഒരു പ്രതിനിധിക്കെതിരെ ഏതെങ്കിലും ഒരു സമയത്ത്, അത് പാർട്ടി സമ്മേളനം നടക്കുമ്പോഴല്ല, അല്ലാത്ത സമയത്താണെങ്കിലും ഒരു പരാതി കിട്ടിയിട്ടുള്ളപ്പോൾ CPM സാധാരണ ചെയ്യുന്നത് എന്താണ്? ഇന്റേണലായിട്ടൊരു അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷമാണ് തീരുമാനമെടുക്കുക. ഇത് രാത്രിയിൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനും ഇദ്ദേഹം ഇനി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതിനും കാരണമായിട്ടുള്ള തെറ്റേതാണ്? ഇപ്പൊ ഈ എല്ലാ ആരോപണങ്ങളും ശരിയാണോ? അതിൽ ഏതെങ്കിലും ഒരു ആരോപണമാണോ ശരി? അതിന്റെ തെളിവിൽ ഏത് തെളിവിലാണ് അവരിത് വിശ്വസിച്ചത്? തുടങ്ങിയ കാര്യത്തിൽ മാത്രമേ ഞാൻ ഇതിൽ പ്രശ്നം കാണുന്നുള്ളൂ. അപ്പൊ ഏത് ആരോപണം എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പാർട്ടി നേതാക്കൾക്ക് സാമ്പത്തിക സഹായം നൽകി എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം അതിലുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും സാമ്പത്തിക സഹായം, ഇപ്പം ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് കൊടുക്കുന്നു എന്ന രീതിയിലത്തേക്ക് പറയുന്നുണ്ട്. അതല്ലാതെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും സാമ്പത്തിക സഹായം നൽകി എന്നതിനെ കുറിച്ച് പാർട്ടിക്ക് ബോധ്യമായിട്ടാണോ? അത് ആ ഒരു രാത്രിയിൽ തന്നെ വെരിഫൈ ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞോ? ഒപ്പം രാജേഷ് കൃഷ്ണയോട് ഇപ്പോ ഈ CPM-നുള്ള നിലപാട് എന്താണ്? നേരത്തെ ഈ നടന്നിരിക്കുന്ന ഏപ്രിലോ മറ്റോ ആണ് പാർട്ടി കോൺഗ്രസ് നടന്നതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിനോട് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടതിന് ശേഷം ഇപ്പോ അദ്ദേഹം പാർട്ടിയുടെ പ്രതിനിധിയാണോ? ഇപ്പോ അദ്ദേഹം പാർട്ടിയുടെ അംഗമാണോ? മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി PBയുടെ ഈ തീരുമാനത്തിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ ഈ ആരോപിക്കുന്ന കാര്യങ്ങളിൽ CPM എവിടെ നിൽക്കുന്നു എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ CPM അദ്ദേഹത്തിനെ സംരക്ഷിക്കാനായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം മാറ്റിക്കൊണ്ട് ഇപ്പോൾ അവർക്കൊരു താല്പര്യമുണ്ടോ,
അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കേസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ കത്ത് CPM ലീക്ക് ചെയ്തോ, ഈ പ്രശ്നം അവിടെ മാത്രമേ വരുന്നുള്ളൂ. അതല്ലാതെ ഇതൊരു പ്രശ്നമല്ല. അതല്ലാതെ ബാക്കി പറയുന്നതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. പാർട്ടി മറ്റൊരു കാര്യം കൂടി, ഈ നടപടിയെടുത്ത സിങ്ക് ആളിന് ചെയ്യാൻ സഹായം പറ്റാത്ത നൽകുന്നു. കാര്യങ്ങൾ ഉള്ളത്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ ഇതിനകത്ത് MV ഗോവിന്ദന്റെ മകനാണ് ഈ കത്ത് ചോർത്തിയത് എന്ന് പറയുമ്പോൾ MV ഗോവിന്ദനെതിരെയും ഇതിനകത്ത് പരാമർശം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ DGPക്ക് കൊടുത്ത പരാതിയിലാകട്ടെ ശ്യാമിനെതിരെയും ഉണ്ട്. ശ്യാം എന്ന് പറയുന്ന MV ഗോവിന്ദന്റെ മകനാണ്. അപ്പോൾ സ്വയം കുഴി കുഴിക്കുമോ എന്നുള്ള ചോദ്യം കൂടി അതിനകത്തുണ്ടല്ലോ. ഈ മറ്റുള്ളവർ പെട്ടോട്ടെ എന്ന് കരുതി സ്വന്തം പ്രതിച്ഛായം നഷ്ടമാകുന്ന രീതിയിൽ കാര്യങ്ങൾ വരും. അങ്ങനെ ഉള്ള സങ്കീർണതകൾ ഉണ്ടല്ലോ ശ്രീജിത്ത്. നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുള്ളത് എന്താണ്? ഈ കത്തുകളും ഈ കത്തിൽ പറയുന്ന ആരോപണങ്ങളുമാണ്. മറിച്ച് അതിനപ്പുറത്തേക്ക് ഇന്നതുപോലെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന സമയത്ത് അതിനകത്തിൽ കുറെ പ്രശ്നമുണ്ട്. ഇതിന്റെ രേഖകൾ നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഒരു രേഖ കാണാത്തിടത്തോളം അതൊരാളിന്റെ ആരോപണം മാത്രമാണ്. കാര്യങ്ങൾ ഇപ്പൊ ശ്രീത്തും ഈ പരാതി വായിച്ചുവല്ലോ. ഇപ്പോൾ അദ്ദേഹം തന്നെ, ഷർഷാദ് തന്നെ പറയുന്നുണ്ട് 2022 പരാതിയും 25 പരാതിയും ഒന്ന് തന്നെയാണെന്ന്. ശ്രീത്തിന് ആ പരാതി വായിച്ചു നോക്കിയപ്പോൾ, ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ പരാതി വായിച്ചു നോക്കിയപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ആരെയെങ്കിലും ഉദ്ദേശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പണം വാങ്ങി സാമ്പത്തിക ഇടപാട് നടത്തി എന്ന രീതിയിൽ എന്തെങ്കിലും അതിനകത്ത് കാണാൻ സാധിച്ചു? ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ്. പക്ഷേ DGPക്ക് കൊടുത്ത പരാതിയിൽ കുറച്ചുകൂടി ശക്തമായിട്ട് പറയുന്നുമുണ്ട്. പക്ഷേ ഷർഷാദ് പറയുന്ന അങ്ങനെയല്ല, കൃത്യമായി രേഖകൾ ഉണ്ടെന്നാണ്. ശ്രീധരൻ എന്താണ് തോന്നിയത് അതിൽ നിന്ന്? അല്ല, ആദ്യം കൊടുത്തിരിക്കുന്നതിലല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം 12-ാം തീയതിയോ മറ്റോ അദ്ദേഹം അയച്ചിരിക്കുന്ന ഇമെയിലിൽ ഈ കത്ത് ലീക്ക് ആയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശ്രീ MV ഗോവിന്ദനെയും മകനെയും തന്നെ പരാമർശിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് അവർക്ക് മലബാറിൽ നിന്നുള്ള ഒരു വ്യവസായി, വലിയ സ്വാധീനമുള്ള ഒരു വ്യവസായിയുമായിട്ടുള്ള ഒരു ബന്ധവുമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് രാജേഷ് കൃഷ്ണ ഇടപെട്ടിട്ടാണ് അതിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് നടത്തിയത് എന്ന് ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മാത്രമാണ് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും ഒരു ബെനിഫിഷ്യറി ആയിട്ട് രാജേഷ് കൃഷ്ണ പ്രവർത്തിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഡയറക്റ്റ് അലഗേഷൻ വരുന്നത്. പക്ഷെ അതും അലഗേഷൻ മാത്രമാണ്. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി ആ വ്യവസായി ആരാണെന്നതിൽ പറയുന്നില്ല. എന്താണ് അതിന്റെ തെളിവ് എന്നെനിക്കറിയില്ല. അപ്പൊ അങ്ങനെ ആരോപണം എന്നുള്ളതിനപ്പുറത്തേക്ക്, ഈ ഒരു ഘട്ടത്തിൽ അതിങ്ങനെ ഒരു വ്യക്തിക്കെതിരെയുള്ള ഒരു ആരോപണം ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് അതിനെ നമുക്ക് കൂടി വിശ്വാസത്തിൽ എടുക്കാവുന്ന രീതിയിലത്തേക്കുള്ള, നമുക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്കുള്ള ഒരു തെളിവിന്റെ അഭാവത്തിൽ ഇതിന് കൂടുതൽ പിന്തുണ നൽകുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ശരി ഷർഷാദ്, അതിനുള്ള മറുപടി ഈ പരാതിയെ കൊടുത്തു, അത് ശരിയാണ്. പക്ഷേ ഈ ഡയറക്റ്റ് ലിങ്കിങ് ഇല്ലാതെ ഇവരെ പൊതുസമൂഹത്തിന് മുന്നിലിട്ട് അലക്കാൻ പറ്റുകയില്ല. അതാണ് ഒരു പ്രശ്നം ഉള്ളത്. ഡയറക്റ്റ് അതിനകത്ത് തന്നെ ഈ പരാതിയിൽ തന്നെ തെളിവുകളുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ താങ്കൾ ഇപ്പോഴും പറയുന്നത് കോടതിയിൽ വന്നിരിക്കുന്ന ഈ പരാതിക്കൊപ്പമുള്ള രേഖകളിൽ അതുണ്ട് എന്നാണല്ലോ, അല്ലേ? അതിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ, അല്ലേ? താങ്കൾ കൊടുത്ത ഈ മലയാളം പരാതിയിൽ അതൊക്കെ ഉണ്ട് എന്ന്. അല്ല, അല്ല, താങ്കളുടെ പേര് ഞാൻ മറന്നു. എൻ്റെ പേര് മഞ്ജുഷ്. മിസ്റ്റർ മഞ്ജുഷ്, ഇതിൽ മഞ്ജുഷ്, അതെ, ഞാൻ ഈ പരാതി ലീക്ക് ചെയ്യപ്പെട്ടല്ലേ, ഞാൻ മാധ്യമത്തിന് കൊടുത്തതാണെങ്കിൽ എൻ്റെ അടുത്ത് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം ഞാൻ കൊടുത്ത പരാതിയിലെ തക്കതായ, ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതുപോലെ ഈ തക്കതായ തെളിവുകൾ ബോധ്യമായത് കൊണ്ടാണല്ലോ പാർട്ടി കോൺഗ്രസിൽ നടപടിയെടുത്തത്. അല്ലാതെ ഒരു തുണ്ടുകള്ളാസിൽ ഒരു കംപ്ലൈൻറ്റ് എഴുതിയത് കൊണ്ട് പാർട്ടി കോൺഗ്രസിൽ, ചരിത്രപരമായ പാർട്ടി കോൺഗ്രസിൽ ഇതുവരെ എടുക്കപ്പെടാത്ത ഒരു നടപടിയാണ് എടുത്തിരിക്കുന്നത്. ഒരാൾ അവസാന നിമിഷം പുറത്താക്കാന്നുള്ള ഒരു ഡെലിഗേറ്റിന്, അതും വിദേശ ഡെലിഗേറ്റിന്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് ഈ സെക്യൂരിറ്റി കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സെൻട്രൽ ഹോം മിനിസ്ട്രിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ലെറ്ററുകൾ, അതോട് ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപനം ആയിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സുകൾ, തമിഴ്നാട്ടിലെ സ്ഥാപനം പോലീസ് വന്ന് സീൽ ചെയ്യപ്പെട്ട സ്ഥാപനം, കേരളത്തിലെ ഇവരുടെ കൺട്രോളിംഗ് അതോറിറ്റിയായ ഹോം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പേപ്പർ, ഇത്രയും പേപ്പറുകളൊക്കെ ഞാൻ അതിന് തെളിവ് സഹായം കൊടുത്തത് കൊണ്ടാണ് അവർക്ക് ഇതൊക്കെ ബോധ്യമായത്. അല്ലാതെ അവർ ഈ കത്ത് മാത്രമല്ല. പക്ഷേ കോടതിയിൽ കൊടുത്തത് ഞാനല്ല. കോടതിയിൽ കൊടുത്തത് പരാതിക്കാരൻ എവിഡൻസായി കൊടുക്കുമ്പോൾ അവനിക്കെതിരെയുള്ള ഒരു തെളിവ് കോടതിയിൽ കൊടുക്കില്ലല്ലോ. ആ തെളിവുകൾ ഇനിയിപ്പം അടുത്ത സെപ്റ്റംബർ 1-ാം തീയതി കേസ് പോസ്റ്റ് ചെയ്തിരിക്കുക. ഇപ്പം മെഞ്ഞാന്ന് എൻ്റെ ശ്രീജിത്ത് അഡ്വക്കേറ്റ്, എൻ്റെ എറണാകുളത്തുള്ള അഡ്വക്കേറ്റ് ശ്രീജിത്ത്, അദ്ദേഹത്തിനെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മനസ്സിലാവും. ശ്രീജിത്ത് അഡ്വക്കേറ്റ് ഡൽഹി ഹൈക്കോർട്ടിൽ അപ്പിയറായി കഴിഞ്ഞ 13-ാം തീയതി. IA പെറ്റീഷൻ ഇട്ടിരിക്കുകയാണ് രാജേഷിൻ്റെ അഡ്വക്കേറ്റ്. എന്താ IA പെറ്റീഷനിൽ പറയുന്നത്? ഞങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് ഡിസ്പോസൽ വേണം, അതായത് ഇമ്മീഡിയറ്റ് ഒരു ഇഞ്ചക്ഷൻ വേണം, എൻ്റെ ഫർദർ ഡിഫമേഷൻ ഉണ്ടാവില്ല. അതായത് ഞാനിപ്പം ദൈനംദിനമായി ആഴ്ചകൾ 2-3 പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ നടന്ന കഥകളും അതിൽ പാർട്ടിയുടെ പങ്കും കാര്യങ്ങളും സിനിമാ മേഖലയിലുണ്ടായ സപ്പോർട്ടുകളും പങ്കുകളും
തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ എഴുത്ത് പിന്നെ ഒരു ഇഞ്ചക്ഷൻ വേണം, ഇനി മുതൽ ഞാൻ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ വേണം, ഇൻ്ററിം ഓർഡർ വേണമെന്ന് പറഞ്ഞപ്പം എൻ്റെ അഡ്വക്കേറ്റ് അവിടെ ഒബ്ജക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, കോടതിയിലോട് പറഞ്ഞു, ഇത് കേരളത്തിൽ പല കോടതികളിൽ തലശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, എറണാകുളം കുടുംബ കോടതി, എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി, എറണാകുളം ജില്ലാ കോടതി, ഇത്രയും കോടതികളിൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കേസ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഒറ്റൊരു സിറ്റിങ്ങിൽ അങ്ങനെ ഒരു ഓർഡർ പാസ്സാക്കാൻ എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജ് അത് സെപ്റ്റംബർ 1 ഫർദർ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിഷന് വേണ്ടി സെപ്റ്റംബർ 1 പോസ്റ്റ് ചെയ്തിരിക്കുക കേസ്. അപ്പം സെപ്റ്റംബർ 1 എന്താവും, ഇത്രയും സംഗതികൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് കേസിൻ്റെ ലെവൽ വേറൊരു ആംഗിളിലേക്ക് മാറുന്നത്. ആ സമയത്താണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ എവിഡൻസുകളും സെക്യൂരിറ്റി കമ്പനി എന്തൊക്കെയാണ് ഈ കത്തിൽ ഞാൻ പറഞ്ഞത് എത്രമാത്രം സത്യങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ ചിലപ്പം ഞാൻ പറയുന്നില്ല 100% എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട് എന്ന്, പക്ഷേ ഐ ക്യാൻ അഷ്യൂർ യു ഒരു 65 to 70% ഗ്യാരണ്ടി എവിഡൻസുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. ശരി, ഡോക്ടർ ബി ജയരാജ് എങ്ങനെ കാണുന്നു ഈ ആരോപണത്തെ? എങ്ങനെ കാണുന്നു? പാർട്ടി എന്തായാലും ഇത് തള്ളിക്കളയുകയാണല്ലോ, അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ്. പക്ഷേ ചില സംശയങ്ങൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഡോക്ടർ ബി ജയരാജ്, ഇതിനകത്ത് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ടി കോൺഗ്രസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ രാജേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ആളൊരു സൗഹാർദ്ദ പ്രതിനിധിയാണ്. അപ്പോൾ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന്റെ സമയത്ത് എന്തെങ്കിലും ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പാർട്ടി കോൺഗ്രസിൽ എലക്ട് ചെയ്യപ്പെട്ട ഒരു പ്രതിനിധിയൊന്നുമല്ല. അപ്പോൾ ഒരു സൗഹാർദ്ദ പ്രതിനിധിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണം നടത്തണമെന്ന കാര്യമൊന്നുമില്ല. അല്ലാതെ വലിയ ചർച്ച ചെയ്ത് സമയമെടുത്തൊന്നും പുറത്താക്കണമെന്നല്ല, പങ്കെടുക്കേണ്ടെന്ന് പറയുന്നതല്ല. അങ്ങനെ ഒരു ടൈൻറ്റഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ പാർട്ടി കോൺഗ്രസ് പോലെയുള്ള ഒരു സന്ദർഭത്തിൽ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഫർഷാദിന്റെ നേരത്തെയുള്ള ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് കേരളത്തിലുള്ള മുഴുവൻ ചാനലുകളെ സമീപിച്ചു ഈ വാർത്തയെന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ആരും ഇത് ടെലികാസ്റ്റ് ചെയ്തില്ല. അങ്ങനെയാണ് ഈ വിഷയം പാർട്ടി കോൺഗ്രസിൽ കൊണ്ടുവന്ന് ഉന്നയിക്കുന്നതെന്നാണ് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളും ഫാമിലി ഇഷ്യൂസും മറ്റു ഇഷ്യൂസും ഒക്കെ വെളിയിൽ വന്നു. ഇപ്പോൾ ഇതിനകത്ത് ഈ കത്തിനകത്ത് പറയുന്നത് എന്താണ്, ഒരു പറ്റ ആളുകളെ കാടടച്ച് വെടിവെക്കുന്നത് പോലെ ആക്ഷേപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്റിൽ പോകാനായിട്ട് പറഞ്ഞു, അതിന് സഹായം ചെയ്തു കൊടുത്തു, ശ്യാം വഴി ഇയാളെ പരിചയപ്പെട്ടു, അങ്ങനെ പരിചയപ്പെട്ട് ഇതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. അപ്പം അതിനുശേഷം പിന്നെ കൂടുതൽ അടുത്തു, പിന്നെ സിനിമാ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ വിഷയം ഉണ്ടായപ്പോൾ അതിന് സഹായിച്ചു, പിന്നെ കമ്പനി ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഈ കത്തിൽ പറയുന്നുണ്ട്. ഇതിനകത്തുനിന്ന് വളരെ ക്ലീൻ ആയിട്ടുള്ള ഇമേജ് ഉള്ള തോമസ് ഐസക്കിന്റെ ശ്രീരാമകൃഷ്ണന്റെ ഒക്കെ പേര് ഇതിനകത്ത് വലിച്ചിഴക്കുന്നുണ്ട് ഒരു കാര്യമില്ലാതെ. പക്ഷേ ഇതൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും പറയുന്നതുമില്ല. ഇതിപ്പം ഫേസ്ബുക്കിൽ ഇദ്ദേഹം എഴുതുന്നത് ഞാനിതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ആ ഒരു ഇഷ്യൂ ആ സമയത്ത് ഇതായിട്ട് വന്നു, അതിനുശേഷം പോയി, പിന്നീട് ഇപ്പോൾ ലെറ്റർ ചോർന്നു എന്ന് പറഞ്ഞു വരുന്നു. ഇതൊക്കെ തീർച്ചയായിട്ടും വെസ്റ്റഡ് ഇൻട്രസ്റ്റോട് കൂടി ഇപ്പം പാർട്ടി സെക്രട്ടറി ആയത് കാരണം, എം വി ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയത് കാരണം, അതിനുശേഷം ഇതൊന്നുകൂടെ ഒന്ന് കത്തിച്ച് നിർത്താമെന്നുള്ള രീതിയിൽ ആരെങ്കിലും താല്പര്യത്തോടു കൂടി കൊണ്ടുവരുന്നതാണോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇതിനകത്ത് ഇത് അബ്സേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു വിധമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം പോലുമല്ല. കാരണം രാജേഷ് കൃഷ്ണൻ എന്ന വ്യക്തി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, രാജേഷ് കൃഷ്ണൻ എന്ന വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം UK-യിലെ CPM-ന്റെ പാർട്ടിക്കാരൊന്നുമല്ല, CPM-നെ സപ്പോർട്ട് ചെയ്യുന്ന AIC എന്ന അല്ല, അദ്ദേഹം ഒരു AIC എന്ന പാർട്ടിയല്ല, CPM-ന്റെ ലണ്ടനിലുള്ള AIC എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ അതുമായിട്ട് ഒരു പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത്. അതിൽ പങ്കെടുക്കുന്നതാണ് അദ്ദേഹം, അല്ലാതെ ഇദ്ദേഹത്തിന് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവും കാര്യങ്ങളുള്ള ആളല്ല. പിന്നെ ഇതിനകത്ത് എന്ത് ആരോപണം പറയട്ടെ, ഈ ഷർഷാദ് AIC എന്ന് പറഞ്ഞ പാർട്ടി ഘടകമല്ലത്. പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, അതിനൊരു ഘടകം മാത്രമാണ്. പാർട്ടി ഘടകമല്ലത്, പാർട്ടി ഘടകമല്ലത്, പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകവും പാർട്ടി ഘടകവും.
പാർട്ടി ഘടകമാണ്. മറ്റൊന്ന് ഈ ഷർഷാദ് പറയുന്ന ഈ ആരോപണങ്ങളിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. CPM അല്ലത്. ഷർഷാദ് എന്ന് പറയുന്ന ഈ പറയുന്ന ആരോപണങ്ങളിൽ ഏതെങ്കിലും കേരളത്തില് ഇന്ത്യയിലെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാര് ഈ രാജേഷ് കൃഷ്ണ 10 പൈസ വാങ്ങിച്ചായിട്ട് പറയുന്നുണ്ടോ? പക്ഷെ ബലദേവ് രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ കാരണമായത് ഷർഷാദ് കൊടുത്ത പരാതിയാണല്ലോ. അപ്പോൾ ആ പരാതി ഉന്നയിച്ച മറ്റു കാര്യങ്ങൾക്ക് പ്രസക്തിയില്ലേ എന്നുള്ളതാണ്. അല്ല, അല്ലെങ്കിൽ അത് പറയണം. അല്ല പിന്നെ എന്താണ് കാരണം ഉണ്ടായതെന്ന് പറയണം. അത് വ്യക്തമാക്കുന്നില്ല. അത് പാർട്ടി ചർച്ച ചെയ്യുന്നുള്ളൂ. അല്ല, ഷർഷാദ് വന്നിരുന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊടുത്തൊരു പരാതി ഒരു പേപ്പർ വാങ്ങിച്ചോണ്ടാണ് CPM എന്ന് പറയുന്നത് പാർട്ടി ഒരു പാർട്ടി കോൺഫറൻസിൽ ഇങ്ങനെ ഒരാളെ പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അതൊക്കെ ശുദ്ധമായ വിവരക്കേടാ. മഞ്ചേഷ് അതിനെ കുറിച്ച് എടുക്കുകയായിരുന്നു. അങ്ങനെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സമ്മേളനത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ രാജേഷ് ഫയൽ ചെയ്ത പെറ്റീഷന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് ആണ് കാരണം. ഡൽഹി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷന്റെ അകത്ത് വളരെ പരാതി പറയുന്നുണ്ട്. ഞാൻ കൊടുത്ത പരാതിക്കാരനാണ്, എനിക്ക് ഞങ്ങള് കോടതിയിൽ അങ്ങനെ പലതും പറയും. കോടതി പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ മഞ്ജുഷേ. അതായത് ഈ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുന്നത് ജോജോ ജോസ്. ഈ ജോജോ ജോസ് എന്ന അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ BJPയുടെ ദേശീയ സമിതിയിൽ യൂത്ത് ബാങ്കിലുള്ള ഒരു അംഗമാണ്. അദ്ദേഹം CPMന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ് 7 വർഷം കേസ് കൊടുത്ത ആളാണ്. പിന്നെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതി, ആ പരാതി സ്വാഭാവികമായിട്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോ ഇങ്ങനെ പരാതി വന്നപ്പോൾ രാജേഷ് കൃഷ്ണയ്ക്ക് ചിലപ്പോൾ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തു കാണും. ആ നോട്ടീസിനകത്ത് ഈ പരാതി കൂടെ പോകും. ആ പരാതി വെച്ചാണ് ഡിഫോമേഷൻ കേസ് കൊടുത്തേക്കുന്നത്. അതല്ല ജോജോ ജോസ് കൊടുത്തിരിക്കുന്നതാണത്. അപ്പൊ ആ പരാതി ഡൽഹി ഹൈക്കോടതി ഡിഫോമേഷൻ കേസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ ഒരിക്കലും ഡിഫോമേഷൻ നിൽക്കില്ലാതെ വേറൊരു കാര്യം, കാരണം പരാതി രജിസ്റ്റേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫോമേഷൻ നിൽക്കൂ. ഇത് പബ്ലിക്കേഷൻ ഒന്നുമില്ല. ഇത് അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു കത്താണത്. ആ കത്ത് കൊണ്ടുവന്ന് വെച്ച് ഡിഫോമേഷൻ കൊടുത്തിരിക്കുന്നു. ആ കത്ത് എങ്ങനെ പുറത്തുപോയി? ഒരുപക്ഷെ അത് ഈ രാജേഷ് കൃഷ്ണൻ തന്നെ പുറത്തു പോയിക്കൂടെ? അല്ലെങ്കിൽ ഈ ഹൈക്കോടതി BJPയുടെ നേതാവാണ് ജോജോ ജോസ്. BJPക്ക് ഇതിനകത്ത് രാജേഷ് കൃഷ്ണയ്ക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പാർട്ടി കൊടുക്കാം. പാർട്ടി ഷോക്കോസ് നോട്ടീസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കെതിരെ ഒരു പരാതി ഷോക്കോസ് നോട്ടീസ് കൊടുത്തിരിക്കാൻ ചിലപ്പോൾ പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും പാർട്ടി അന്വേഷിക്കും. താങ്കൾ തന്നെ പറഞ്ഞത് അതാണോ? അങ്ങനെയാണെന്ന് ആര് പറഞ്ഞു? താങ്കൾ തന്നെ പുറത്താക്കുന്ന മഞ്ചേഷ് കൊണ്ടുവന്നൊരു പരാതി കൊണ്ടുവന്ന് CPMന്റെ നേതാവിന് കൊടുത്താലും സ്വാഭാവികമായിട്ട് പാർട്ടി അത് അന്വേഷിക്കും. അതിനയാളെ പുറത്താക്കുന്നതായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ രണ്ടും കൂടെ പറയരുത്. താങ്കൾ പറഞ്ഞു അതിന്റെ പുറത്താണെന്നാണല്ലോ. ഞാൻ പറയട്ടെ, ശ്രീ MK ഹരിദാസ് ഒരു പരാതി ഇപ്പൊ നാളെ കൊണ്ടുവന്ന് CPMന്റെ നേതാവിനെതിരെ അന്വേഷിക്കും. ഞാൻ കൊടുത്ത പരാതി എന്താണെന്ന് എനിക്കറിയാം. കമ്മ്യൂണിസ്റ്റ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ എന്തായാലും കോടതിയിൽ ഈ ശ്രീ MK ഹരിദാസ് ഒക്കെ ഞങ്ങളെ വലിച്ചു കയറുന്ന ആൾ അദ്ദേഹമൊക്കെ പറഞ്ഞു. അദ്ദേഹം വളരെ മാന്യമായിട്ട് കാര്യത്തിൽ സംസാരിച്ചു. ഇതൊന്നും ചർച്ചയ്ക്ക് പോലും എടുക്കേണ്ട വിഷയമല്ല. ഇതിനൊരു യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത വെറുതെ കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനത്തെ കരുതേച്ച് കാണിക്കാൻ. അങ്ങനെയൊന്നും കരുതേച്ചാൽ തേക്കുന്ന പ്രസ്ഥാനമൊന്നുമല്ല CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. അവസാനമായിട്ട് ഇതിനകത്ത് ഇപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഷോക്കോസ് കൊടുത്തിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കോടതി രേഖയായിട്ട് വരണം. അങ്ങനെ കോടതി രേഖയായിട്ട് വന്നതാണ്. അതിനകത്തൊരു ചോർത്തലിന്റെ വിഷയമില്ല എന്നാണ് ബൽദേവ് പറയുന്നത്. അല്ല, അതും ആയിക്കൂടാ എന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ ഷർഷാദ് ഇവിടെ പറയുന്നത് പോലെ അദ്ദേഹം പറയുന്ന ആരോപണത്തിനൊപ്പം നിൽക്കുന്നതിന് എനിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് മറ്റൊരാളിനോട് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഇതാണ് ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയം, ഇവിടെയാണ് രാജേഷ് പ്രതിക്കൂട്ടിലാകുന്നത്, ഇതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന കുറ്റം എന്നെനിക്ക് പറയാൻ മനസ്സിലാകുന്നില്ല. കാരണം അതിനുള്ള തെളിവ് ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് പണം അദ്ദേഹം ഓഫർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇതിനോടകം തന്നെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പണം ഓലയിൽ പൊതിഞ്ഞു കെട്ടി കൊടുത്തു എന്ന് വരെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള എന്നാണ് ഈ സർക്കുലേറ്റ് ചെയ്യുന്ന പരാതിയിലും അതില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പ്രശ്നം ഒരാളുടെ. അതായത് മഞ്ജുഷ്, നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പൊതുസമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് അതിനെ ഓണപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമില്ല. ഇനി അദ്ദേഹം പറയുന്ന ഒരു വാദത്തിനെ നമ്മൾ എടുക്കൂ. അതായത് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ PB തീരുമാനമെടുത്തിരിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരാരോപണമല്ല, ഒന്നിലധികം ആരോപണമുണ്ട്. ഇതിലേതാണ് PBക്ക് ബോധ്യമായത്? എല്ലാം ബോധ്യമായോ, അതോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബോധ്യമായോ, രണ്ടെണ്ണം ബോധ്യമായോ?
അതിലാണോ നടപടി എടുത്തിരിക്കുന്നത്? ഈ കാര്യത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ അവതാരത്തെ എങ്ങനെയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണം വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ. എന്തായാലും പാർട്ടിക്കെതിരെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അത് അസംബന്ധ നാടകം എന്ന് പറഞ്ഞ് മാത്രം തള്ളിക്കളയാൻ പറ്റുമോ? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. പാർട്ടി മറുപടി പറയണോ എന്ന്. വേണമെന്ന് 88% പ്രേക്ഷകർ, വേണ്ട എന്ന് 10%. വരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.